അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വേണോ? ഇതിപ്പോ എന്താ പറഞ്ഞു തുടങ്ങുന്നത്? ആരാ പറയുന്നത്? ഞാൻ തുടങ്ങണേ അല്ലേ? അപ്പോ മതി മതി മതി, അത് നമുക്ക് വേണേൽ ഫ്രെയിം കട്ട് ചെയ്യാലോ. ഓക്കെ. പോഡാകാസ്റ്റ്. എല്ലാവർക്കും പോഡയെ കാസ്റ്റിലേക്ക് സ്വാഗതം. അടൽസൊള്ളിയാണ്. അടൽസൊള്ളി എന്ന് പറയാൻ പറ്റുന്ന അടൽസ് കുട്ടികൾക്കൊന്നും നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കുട്ടികളുടെ ഒരു ചലച്ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്. മോഹൻലാൽ എന്ന നടൻ, അങ്ങനെയൊന്നുമില്ല, മോഹൻലാൽ എന്ന നടൻ സംവിധാനം ചെയ്യുന്ന, അത് നിങ്ങൾക്ക് വേണമെന്തിനും പറഞ്ഞു, 3D ആനിമേഷൻ മൂവി, കുട്ടികൾക്കുള്ള ചലച്ചിത്രം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ പോഡയെ കാസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ പോഡ്കാസ്റ്റിലുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞങ്ങൾ ചിലപ്പോൾ വല്ല റിവ്യൂ ഇടും, ചിലപ്പോൾ വല്ല ടോപ്പിക് എടുത്ത് സംസാരിക്കും, വിമർശിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വാർത്തകൾ ഒരുപാട് വളച്ചൊടിക്കപ്പെടുന്നു, അമേധ്യമ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മാധ്യമ അധർമ്മം നടക്കുന്നു എന്ന് ഒരു സംവിധാനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ആറാട്ടനും പാർട്ടികളുടെക്കെതിരെയുള്ള ഈ പറഞ്ഞ ഈ എന്താ പറയേണ്ട പീഡന കേസ്, അതിൽ വാസ്തവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ. പിന്നെ അതുപോലെ തന്നെ പല ഇൻസിഡൻസ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരു അവലോകനം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി, വീട്, ചിലപ്പോൾ പച്ചക്കറി വരെ നമ്മൾ ചിലപ്പോൾ ഹോട്ടൽ അല്ലേ ഒക്കെ റിവ്യൂ ചെയ്തിരിക്കും. ഇതൊക്കെ ഞങ്ങൾ കുറച്ച്, ഇത് 3 ഇനി ഒരു 10 പേര് വരാൻ കിടപ്പുണ്ട്. ഇതിനകത്ത് നമ്മൾ സിനിമ, സംഗീതം, എല്ലാ സാധനങ്ങളും ചിലപ്പോൾ അങ്ങ് വിമർശിച്ചിരിക്കും. പോളിറ്റിക്സ്. അപ്പം നമുക്കറിയാവുന്ന പോലെ നമ്മൾ സാധാരണക്കാരാണേ അല്ലേ? നീ ഒരു സാധാരണക്കാരിയാണ്. ഞാൻ വെറും സാധാരണക്കാരനാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ആറാട്ടൻ ഒരു സാധാരണക്കാരനല്ല, ഒരു അസാധാരണക്കാരനുള്ള സാധ്യതയുണ്ട്. അസാധാരണമായ ഒരു വ്യക്തിത്വമാണ് ആറാട്ടന്. അപ്പോൾ ആറാട്ടനൊക്കെ വരുന്നു, അങ്ങനെയൊക്കെയുള്ളവർ വരും. പാട്ട്, ഡാൻസ് ഇവിടെ കളിക്കാൻ പാടല്ലേ? ഇരുന്ന് സംസാരിക്കുകയോ പാട്ട് പാടുകയോ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് ഈ പേജിലേക്കോ, അല്ലെങ്കിൽ ചെകുത്താൻ്റെ ഫേസ്ബുക്ക് പേജോ, അല്ലെങ്കിൽ ഇനി ചിത്രയുടെ ഇൻസ്റ്റഗ്രാമോ, എവിടെയെങ്കിലും ഫ്രീമാൻസിൻ്റെ പേജിലോ ആറാട്ടനെ വിട്ടിട്ട് കാര്യമില്ല, അയാൾ കാണത്തില്ല, എവിടെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള സകല സംവിധാനങ്ങളും കൊണ്ട് വേറെ ലെവലാക്കി തരാം. ആർക്കെങ്കിലും വൈറലാവണം, ചിത്ര വൈറലാക്കി തരും. അങ്ങനെയല്ല, നീ ഇന്റർവ്യൂ ചെയ്താണല്ലോ ആൾക്കാരെ വൈറലാക്കുന്നത്, അതുകൊണ്ട് അവരാകുന്നതാണ്, ഞാൻ ആക്കുന്നതല്ലോ. ആയി കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വാർത്തകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഈ അപവാദങ്ങൾ പറഞ്ഞെടുക്കുക. അത് ഏത് ചാനലാണെങ്കിലും അപവാദം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതൊരു വാർത്ത സത്യസന്ധമല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ചെകുത്താൻ്റെ പേജിലോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ്, ഈ കാണുന്നവരുടെയോ ഒക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റിപ്പോർട്ടറിലേക്കോ 24ലേക്കോ പോകേണ്ട ആവശ്യമില്ല അല്ലേ? അടി, അവരാണ് ഈ കള്ളത്തരം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരിത് കറക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വലിയ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അതിന് വാർത്തകൾ അറിയിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങളും പബ്ലിക്കിനെ അറിയിക്കാൻ തോന്നുക, നേരിട്ട് വന്നിരുന്ന് സംസാരിക്കണമെന്ന് തോന്നുക, സ്വന്തമായിട്ട് ചാനലുണ്ട് എന്നാൽ പോലും വേറെ ചാനലുകാരെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷണം, അതായത് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ അതിനനുസരിച്ച് അനലൈസ് ചെയ്യും, എന്നിട്ട് ഇതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കും. എങ്ങനെ ചുമ്മാ അങ്ങ് ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാവുകയാണല്ലോ. ഇനിയിപ്പോൾ തനിക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ, ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചേർത്താൻ പറഞ്ഞ പോലെ റിവ്യൂ അടക്കമുള്ള പരിപാടികൾ, സിനിമ, പൊളിറ്റിക്സ്, പിന്നെ ഈ അമേധ്യമ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സാധാരണ മനുഷ്യർക്ക് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും, കലാകാരന്മാർക്കടക്കം സൈക്കോളജി ഇപ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്കൊക്കെ ലിസണർ, അത് ഓൾറെഡി അപ്പോൾ ലിസണറുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇവിടെ ആളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പെയ്ഡ് സർവീസാണ് അത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആകത്തുക. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ ഇതിൻ്റെ പുറകെ. യെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ
ഭാവിയിൽ അടുത്ത പ്രോഡക്റ്റ് മാർക്കറ്റിംഗും ചെയ്യും. പ്രോഡക്റ്റ് ബ്രാൻഡിങ്, പ്രോഡക്റ്റ് മാർക്കറ്റിംഗ്, സിനിമ പ്രൊമോഷൻ ചെയ്യും, പടം പ്രൊമോഷൻ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു സാധനമുണ്ട്. ഡീഗ്രേഡിങ് ചെയ്യോ? സിനിമ ഇവിടെ എടുത്ത് ഇറക്കിയാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളൂ. ഇവിടെ ഒരുപാടുപെട്ട സിനിമകളുടെയൊക്കെ അവസ്ഥ അതൊക്കെ തന്നെ ആണല്ലോ എന്നൊക്കെ ഞാൻ പറയുകയാണ്. ശരി, നമുക്ക് ചിത്രയോട് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊത്തത്തിലൊരു നല്ലൊരു പരിപാടി, നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ അല്ലെ തുടങ്ങിയൊരു സംഭവം. ഞാൻ പൊതുവെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിയതാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. പാട്ട് പാടും, ആടും, ഡയറക്റ്റ് ചെയ്യും, മ്യൂസിക് ആൽബംസ് ഉണ്ട്, യൂട്യൂബിലുണ്ട്, വേറെ പല പരിപാടികളുണ്ട്, ആങ്കറിംഗ് ഉണ്ട്. ആള് ചില്ലറക്കാരിയല്ല, ഇവരെ അറിയാവുന്ന ആങ്കർ ആയിട്ടൊക്കെയാണ്. ഇനി പലതും അറിയാൻ കിടക്കുന്നു, പലതും കാണിക്കാനുണ്ടെന്ന്. നിങ്ങളെന്താ ഉദ്ദേശിച്ചേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവര് പറഞ്ഞ പോലെ തന്നെയാണ്. അതിരിക്കട്ടെ, ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുകയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ സംവിധാനം ചെയ്യുന്ന ഒരു 3D ആനിമേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചലച്ചിത്രമാണ്. മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. 3D ചിത്രങ്ങൾ മലയാളത്തിൽ കുറവാണ്. ആ കുട്ടിച്ചാത്തം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ, അതിനെപ്പറ്റി എന്താണ് ചിത്രയ്ക്ക് പറയാനുള്ളത്? എക്സ്പെക്ടേഷനോ തനിക്ക് അണ്ടർ ട്രെയിലർ വെച്ചിട്ടോ ഇതിന്റെ പാട്ട് ഓക്കെ, അതിനകത്ത് മോഹൻലാൽ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെതായിട്ടുള്ള, അതായത് പാട്ടും കേട്ടിട്ടില്ല, ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ പടം ഇറങ്ങുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ സത്യമായിട്ടും അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് ഞാനിപ്പോൾ രാവിലെ വന്നപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു എനിക്ക് പേടിയുണ്ട് എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് മോഹൻലാലിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇവർ പറയുന്നത് എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും എനിക്ക് ദഹിച്ചെന്ന് വരില്ല. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പറയുക, ഭയങ്കര വൻ വിജയമാവോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. ഇനിയിപ്പോൾ കണ്ടു കഴിയുമ്പോൾ നാളെയാണെന്ന് തോന്നുള്ളൂ അല്ലേ റിലീസൊക്കെ. അപ്പോൾ നാളെ കണ്ടു കഴിയുമ്പോൾ നാളെയോ മറ്റന്നാളോ സമയം പോലെ കാണുള്ളൂ. ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയി ഫസ്റ്റ് ഷോ അങ്ങനെയൊന്നുമല്ല. കാണാൻ സമയമുള്ളപ്പോൾ പോയി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞൊരു കാര്യം, നമ്മൾ നാളെ ഈ പടത്തിൻ്റെ ഒരു എന്നെ എപ്പോഴും എല്ലാവരും പറയും ഞാൻ സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞ പോലത്തെ പരിപാടി നോക്കിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു കളയും. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോയി കണ്ടിട്ട് ഞാൻ അതിനെപ്പറ്റി ഞാൻ പടം കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് നാളെ. എങ്ങനെ ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്, ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് കാണണോ വേണ്ടോ എന്ന് എങ്ങനെ ഞാൻ തീരുമാനിച്ചു, എങ്ങനെ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു എന്നുള്ള കാര്യം നാളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തിയേറ്ററിൽ പോയി ആ പ്രോസസ്സ് എന്താണെന്ന്. അതെ പ്രോസസ്സ്, അത് സയന്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളത് നാളെ ശാസ്ത്രീയമായി തെളിയിക്കും. നാളെ എല്ലാവർക്കും മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഈ പരിപാടി നടക്കണം. ഇയാൾ ഈ സിനിമ കാണാതെ എങ്ങനെയാണ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്നുള്ളത് നാളത്തോടു കൂടി തീരുമാനമാക്കി തരും. ഇത് പോഡ്കാസ്റ്റ് വരുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം എക്സ്ക്ലൂസീവ്ലി ഓൺ പോഡ്കാസ്റ്റ്. പിന്നെ എൻ്റെ ചാനൽ ചെകുത്താൻ അത് അതിൻ്റെ വഴിക്ക് പോകും. അതിനകത്ത് ഞാൻ തന്നെ കാണത്തുള്ളൂ. ഇതിനകത്ത് ഒരു ബന്ധവുമില്ല ഇവർക്കാർക്കും. അതിനകത്ത് ഈ സംഭവത്തിൽ അല്ലേ എന്താ പറയണ്ടേ, നോ ആനിമൽസ് ആർ ഹാംഡ്, നോ ആങ്കർ ഈസ് ഹാംഡ്, നോ ഫ്രീ മാൻ ഈസ് ഹാംഡ്. അത് അതിൻ്റെ വഴിക്ക് വേറെ. ഇത് ഞങ്ങൾ 3, 4, 5 പേരൊക്കെ വന്നിരിക്കും. അതിൻ്റെ സ്ഥലം ഇങ്ങനെയും കൂടി നീട്ടുന്നല്ലോ. നീട്ടി ചിലപ്പോൾ ഒരു ഗ്രൗണ്ടിലെത്തും. ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി നമ്മളൊരു ക്രൗഡ് എന്താ പറയണ്ടേ ടോക്കോ എന്ത് വേണേൽ നടത്തിയെന്നിരിക്കും. അതെല്ലാം നടത്താൻ വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഏത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് പെട്ടെന്നാണ് മനസ്സിലായി. ഇപ്പോഴാണ് വിചാരിച്ചിരുന്നത് ഇത് കുറേ നമ്മൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമെങ്കിലും അത് കുറേ സമയം എടുക്കും. അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. ഇത് വളരെ എല്ലാം ചടപടേതായിരുന്നു. അല്ല, അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ വെറുതെ ചിത്രം എന്തോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാനോ എന്തിനോ വേണ്ടി വിളിച്ചതാ. അപ്പോൾ ഉടനെ ചിത്രം പറയുകയാണേ നമുക്ക് ഈ പോഡ്കാസ്റ്റ് പോലൊക്കെ ഇരുന്ന് സംസാരിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാനും ഡെന്നിസും ഫ്രീ മാൻസ് പോയിൻ്റ് കൂടെ ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ റൂമിൽ, ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ ആദ്യം കണ്ടല്ലോ, ഇതൊരു ബെഡ്റൂമാണ്, ഈ റൂമിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോൾ ദേണ്ട കിടക്കുന്നു. ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാവുന്ന പോലെ നമുക്ക് ഓരോ മാഗസിൻ മേടിച്ച് അങ്ങ് ഒട്ടിക്കാം. ഇന്നലെ മിനിഞ്ഞാന്നാണ് പറയുന്നത്, ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ചെന്ന സ്ഥലങ്ങളിൽ കട തുറന്നിട്ടില്ല, ബുക്ക് ഷോപ്പുകൾ തുറന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇന്നലെ രാവിലെ ഞാനും ഡെന്നിസൂടെ പോയിട്ട് ഈ ബാറ്റ്മാൻ, സൂപ്പർമാൻ, പിന്നെ ഇന്ത്യൻ മിത്ത് എന്തൊക്കെയോ ആയിട്ടുള്ള 3 ബുക്കേ മേടിച്ചിട്ടുള്ളൂ. ഈ 3 ബുക്കിൻ്റെയും പേജുകളെല്ലാം വലിച്ചു വാരി 1300 രൂപ. അത് മൊത്തം കൂടെ അങ്ങ് ഒട്ടിച്ചു. പിന്നെ 3 ചെയർ മേടിച്ചു 3200 രൂപ. അപ്പോൾ എത്രയായി? 4500 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈറ്റ് മേടിച്ചു, ലൈറ്റ് വേണമല്ലോ, അതിന് എത്രയായി? 3500. അങ്ങനെയൊക്കെ എത്രയായി? 4500, 3000, 8000 രൂപയായിട്ടുണ്ട്. 8000 റുപ്പീസിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ സംഭവം ഇത്രേ ഉള്ളൂ. പിന്നെ ഈ കസേര മേടിച്ച് ഇത്തിരി കസേരയൊക്കെ ഇരുന്നാൽ പോരെ, നമുക്ക് ഇരുന്നാൽ പോരെ, കറങ്ങണോ? നമുക്ക് പിന്നെ കറക്കാം. നിന്നെ മാത്രം കറക്കിയാൽ മതി, ഞങ്ങൾ 3 കറങ്ങണോ? നീ അയ്യോ അത് കൊള്ളാം. ഇതിനകത്ത് പിന്നെ മൈക്ക്, ഈ മൈക്ക് എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാ. ആദ്യം എനിക്ക് രാവിലെ ഓഡിയോ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഈ മൈക്കിലാണ്. സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ഇനി വേണേൽ ആപ്പിൾ എടുത്ത് വെച്ചിട്ടും നമുക്ക് ഈ സൗണ്ട് പിടിക്കാം. പക്ഷേ ഇത് സാംസങ്ങിൽ ഇത് നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. നല്ല ക്ലിയർ ആണ് ശബ്ദം ഒക്കെ. ഇത്ര സിമ്പിളാണ് പരിപാടി. ഇതിന് ഇത്ര കിടന്ന് തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മൈക്ക് മേടിച്ചു, അത് പിന്നെ മറ്റേ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു, കേൾക്കുന്നുണ്ടോ നോക്കി, അത് കേൾക്കുന്നില്ല, പിന്നെ വോയിസ് കിട്ടിയില്ല, പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് അറിയാമോ. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ശബ്ദം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊന്നും തന്നെ ഇവിടെ വരുന്നതായിരിക്കില്ല. കാരണം ഇതിനകത്ത് വെറുതെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കും. ഇതിനകത്തെ വേറെ സംഭവമുണ്ട്. ഈ സംഭവം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്ക് വേണം ചെയ്യാം, ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ മുറിക്കകത്തൊക്കെ ഇതുപോലെ 10 സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക. ഞങ്ങൾ അങ്ങോട്ടും വരാൻ വേണമെങ്കിൽ അല്ലേ, ആരെങ്കിലും ഞങ്ങളെ യൂട്യൂബേഴ്സോ. ചോറ് മാത്രം മതി, കറി വേണ്ടേ? കറി വേണോ? ചോറെന്ന് പറയുമ്പോ പിന്നെ കറി വേണ്ടേ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികൾ പറ. എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ചിലപ്പോ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നം. എനിക്ക് ബീഫ് ഇഷ്ടമാണ്. നീ അത് തന്നെ ആദ്യം പറയാ. നീ എന്തോ ചോറ്, സാമ്പാറ്, തോരൻ, മോര്, എനിക്ക് അങ്ങനെ പറഞ്ഞുകൂടാ, മീന് എന്നൊക്കെ പറഞ്ഞതിന് ഇടയിൽ പറഞ്ഞാ പോരെ ബീഫ് എന്ന്. ബീഫാണ് ഏറ്റവും ഇഷ്ടം. ഓ അങ്ങനെ. എനിക്കും അതെടി ബീഫാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, ആൻജിയോപ്ലാസ്റ്റി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ബീഫ് റെസ്ട്രിക്ഷൻ വന്നു. അതിനിപ്പോൾ ഇവരാരും പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിപ്പോൾ ബീഫ് കഴിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് ബീഫ് ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ബീഫ് കഴിക്കുന്നുണ്ട്. ചിക്കൻ ഇഷ്ടമാണ്. ചിക്കൻ ഇഷ്ടമാണ്. മീനോ? മീൻ കുഴപ്പമില്ല, മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടായതുകൊണ്ട്. ഇത് സാധനം വേറെ. മുള്ളില്ലാത്ത മീനാണെങ്കിൽ കുഴപ്പമില്ല. ചെമ്മീനൊക്കെ കഴിക്കാം. അല്ല കഴിക്കാന്നല്ല, കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനൊന്നുമില്ല. മീൻ ഇഷ്ടമാ, ഇറച്ചി ഇഷ്ടമാ, ഈ പറഞ്ഞ പോലെ പച്ചക്കറി ഇഷ്ടമാ. തനിക്കോ? എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ബീഫിൻ്റെ ആളായിരുന്നു. ഞാൻ ബീഫ് കഴിച്ച് അവസാനം ഈ പറഞ്ഞ പോലെ ഇയാളുടെ പോലത്തെ ഒരു ഹൃദയാഘാതം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലഗ് കിട്ടിയതുകൊണ്ട് ബീഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ബീഫ് കൂട്ടി കഴിക്കാൻ. പൊറോട്ടയുടെ കൂടെ പൊറോട്ടയും ബീഫും ഫ്രൈ സവാളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തരും. ചൂട് പൊറോട്ട, ചൂട് പൊറോട്ടയും ബീഫും, മനസ്സിലായോ? അതിങ്ങനെ കുഴച്ചടിക്കാന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. എനിക്ക് ബീഫിൻ്റെ ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിക്കാൻ പറ്റാറില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇപ്പോൾ കഴിക്കുന്നത് കൂടുതലും ഫിഷാണ്. മറ്റേ മുള്ളുള്ളതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഈ പച്ചക്കറിയൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അതാണ്. അത് വേറെ ഒന്നും ചെയ്യാനല്ലോ. ആവശ്യത്തിന് മരുന്ന് കഴിക്കുന്നില്ലേ? അതിനിടയിൽ ഇനി ബീഫ് കഴിച്ചില്ലെങ്കിൽ എന്താ? ഇതുവരെ തനിക്ക് ഇത്ര മരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഈ മറ്റേ കാത്ത് ലാബിൽ പോയിട്ട് ഇങ്ങനത്തെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇഞ്ചക്ഷൻ അല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇതങ്ങനെ ലാറ്ററിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തൂടെ സാധനം കയറ്റി ഇവിടെ വരെ വന്നപ്പോൾ തനിക്ക് അറിയാമെന്നോ? എവിടെ വരെ ഫീൽ ചെയ്തു? ഒന്നും ഫീൽ ചെയ്തില്ലല്ലേ? എടാ എനിക്ക് ഇവിടെ വരെ വരുന്ന അറിയാമെന്ന്. എന്നുവെച്ചാൽ ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തു. ഇതിനകത്തൂടെ ഞരമ്പിൽ കൂടെ ഒരു സാധനം പോകുന്നത്. പക്ഷേ ഇതിനപ്പുറത്തോട്ട് അറിഞ്ഞില്ല. പിന്നെയെന്ന് പറയുന്നത് എനിക്കുണ്ട അനുഭവം എന്താണെന്ന് വെച്ചാൽ
ഇത് ബ്ലോക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ സ്റ്റെൻറ്റിനകത്തോട്ട് വരുമ്പോൾ ഫുൾ ബ്ലോക്ക് ആകുമ്പോൾ ഒരു വേദന വരും ഇങ്ങനെ നെഞ്ചിനകത്ത്, ചെറിയൊരു വേദന നെഞ്ചിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോൾ ഒരു സുഖമാണ്. എന്നാ സുഖമാ, പിന്നെ അങ്ങ് സുഖമാ, കർത്താവിന് സ്തോത്രം. ഇത് സ്റ്റെൻറ്റിനകത്ത് കയറ്റി ഇട്ടതിന് തന്നതിന്. ഡോക്ടർ പാതി ദൈവം പാതി എന്നാണല്ലോ. ബീഫ് നീ കഴിക്കാറില്ലേ ഇപ്പോൾ? ബീഫ് ഇപ്പോൾ കഴിക്കാറുണ്ട് കുറച്ചൊക്കെ, അങ്ങനെ അധികം കഴിക്കാറില്ല. പണ്ടെന്ന് വെച്ചാൽ ബീഫാണ് കൂടുതൽ. ബർഗർ ആണേലും ബീഫ്, കറി ആണേ ബീഫ്, സ്റ്റീക്ക് എല്ലാം കഴിക്കും. കാരണം ഞാൻ ഗൾഫിലാണല്ലോ, അവിടെ ഒരുപാട് ഇതുപോലത്തെ സാധനങ്ങൾ ആണല്ലോ എന്നല്ല, ആയിരുന്നു. ആണല്ലോ എന്ന് കഴിക്കുമ്പോൾ ആണല്ലോ, അവിടെ വെച്ച് ഇതൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ആയിരുന്നു. അതവിടെ വെച്ചായിരുന്നു, പിന്നീടാണ് ആയിരുന്നത്. അപ്പോൾ ഇപ്പം ആയിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ കഴിച്ചാണ് ഈ സംഭവം ബ്ലോക്ക് ആക്കുന്നത്. പക്ഷേ ഈ ബ്ലോക്കിനകത്ത് വേറെ കാര്യമുണ്ട്. നീ ഏത് ആശുപത്രി ചെന്ന് നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഉണ്ടോ ചോദിക്കും, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ പിന്നെ ഇവർക്ക് ഈ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുള്ള എൻ്റെ വ്യക്തമാണ്. എൻ്റെ മമ്മിയുടെ കൂടെ ബൈസ്റ്റാൻഡർ ഞാനാ പണ്ട് മുതൽ, 10ാം ക്ലാസ് മുതൽ. ഇവർക്ക് അറ്റാക്ക് വരുന്നുണ്ട്, ബ്ലോക്കായിട്ടാണ് അറ്റാക്ക് വന്നത്. ഇങ്ങനെയെല്ലാം വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഈ ചെറുക്കനെ അന്നേ ഏത് സമയത്ത് ചെക്ക് ചെയ്യണമെന്നും ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്ന എനിക്ക് അറ്റാക്ക് ഒഴിവാക്കാമെന്ന്. കാരണം എൻ്റെ കൊളസ്ട്രോൾ കൂടത്തില്ല, കാരണം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതിന് പകരം അറ്റാക്ക് എല്ലാം വന്നു കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യം പകുതി പോയി. ഭാഗ്യത്തിൻ്റെ കിളവന് നല്ല ഉണ്മ ഇല്ലാഞ്ഞുകൊണ്ട് എൻ്റെ ഹാർട്ടിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ല. 100% പമ്പിങ് ഉണ്ട്, മസിൽസ് ഒന്നും ഡെഡായില്ല. ഇല്ലാന്ന് എന്ത് പറ്റും, ഇതിൻ്റെ ഇരട്ടി മരുന്ന് കഴിക്കേണ്ടി വരും. പോട്ടെ, ഇതിന് ഒരു 2 ലക്ഷം രൂപ. പിന്നെ ആദ്യത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മെഡിസിൻസ് കൂടുതലാണ്. അതിന് എല്ലാ മാസം മെഡിസിൻസും കൂടുതൽ കഴിക്കണം. പിന്നെ അതിന് ഭാഗമായിട്ട് നമ്മുടെ കൊളസ്ട്രോൾ പോട്ടെ, ഷുഗർ, കിഡ്നി, ലിവർ ഇതെല്ലാം ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ബ്ലഡൊന്നും മറ്റേ മാനേജ് ചെയ്യുമ്പോൾ ആദ്യമേ അറ്റാക്ക് ഇല്ല നടക്കുന്നതിന് മുമ്പാണ് ഈ മാനേജ്മെൻറ്റ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ചെക്കിംഗ് ഒക്കെ ഇത്രയും വരത്തില്ല. ഇപ്പോൾ എത്ര രൂപയുടെ ചിലവായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വരും. അപ്പോൾ അതിന് ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഒരു വർഷത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുക, 35 കഴിയുമ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തരത്തിൽ കൂടുന്നുണ്ടെന്ന് കണ്ടാൽ അതിന് മരുന്ന് കഴിക്കുക. അപ്പോൾ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ തൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഇപ്പോൾ അമ്മ അഡ്മിറ്റായി കിടക്കുമ്പോൾ മകൻ്റെ കാര്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം അവിടെ മെൻഷൻ ചെയ്യാം. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണ്ട, അവരത് ചെയ്യണം. അത് അതെ, നമ്മളെ ചെയ്തോണ്ടിരിക്കാനുള്ള ഇത് തരണം. ആ അഡ്വൈസ് തരേണ്ടതാണ്, അത് പറയണം, അത് അറിയിക്കാതിരിക്കുക. അല്ല, വേറൊരു കാര്യമുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം കുറച്ചുകൂടിയൊക്കെ ആളുകൾക്ക് അറിയാം അതൊക്കെ, മനസ്സിലാവുണ്ടോ? നിനക്കിപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിനക്ക് ആ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, നിന്നെ കണ്ടാ അറിയാം. അപ്പം നിങ്ങൾക്ക് ഇത് പാരമ്പര്യമായിട്ടുള്ളതാണോ? അഡൾട്ടറി കണ്ടന്റ് അതല്ല ഞാൻ ചോദിച്ചത്. പോട്ടെ, അതായത് നിനക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, പേരൻസിന് എന്തൊക്കെയോ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ളതാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുള്ളവരാണെങ്കിൽ നിനക്കിപ്പോൾ എത്ര വയസ്സായെന്ന് നീ പറയണ്ട, കാരണം നിനക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ എന്നെക്കാളും ഒരുപാട് മൂത്തുപോയി. അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ ഒരു പ്രായത്തിന് കഴിഞ്ഞിട്ട് നിനക്ക് ചെക്ക് ചെയ്യണമെന്നൊരു ധാരണ നിനക്ക് ഉണ്ടാകുന്നു. എന്നോട് രാവിലെ ഡെന്നിസ് പറഞ്ഞു BP ഒന്ന് ചെക്ക് ചെയ്യാൻ. എന്ത് കാറേ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, ചിത്ര ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ അവൻ മാറങ്ങോട്ട് ഈ സാധനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പീഡ് ഓക്കെ, സ്പീഡ് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് അഗ്രഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡ് പ്രഷർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോന്ന് പറഞ്ഞു. പറയാൻ പറ്റില്ല, ചിലപ്പോൾ കാണും, അറിയുന്നുണ്ടാവില്ല, മനസ്സിലായി. ഈ ഹെറിഡിറ്ററി ആയിട്ട് ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഫാമിലി ആണോ? ഇല്ല, ഷുഗറൊക്കെ ഒരു പുള്ളിക്ക് ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടായിരിക്കും ഇച്ചിരി കൂടി തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ നിനക്കതൊരു 32 വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ കഴിച്ച ആഹാരമൊന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ജങ്ക് ഫുഡ്സും ഷുഗർ കയറ്റാൻ പറ്റുന്ന ടൈപ്പ് ഡ്രിങ്ക്സും കോളയും ഐസ്ക്രീമും മിഠായി അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതെപ്പോഴും ഒരിടയ്ക്ക് പോയി ചുമ്മാ ചെക്ക് ചെയ്യുക. പ്രഷർ കൂടുന്നതല്ല നിൻ്റെ പ്രശ്നം, നിനക്ക് ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നിനക്ക് ഇത് കൂടുന്നുണ്ട്. ഏതാ മാനസികമായിട്ടുള്ള സാധനമാണ്, വാട്ടുണ്ട്. ആങ്കർ മാനേജ് നീ ചെയ്യുന്ന ആങ്കർ എന്ന് പറയുന്ന പരിപാടി മാനേജ് ചെയ്യാനല്ല, പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്താന്നറിയാൻ പാടില്ല, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ആരെങ്കിലും തല്ലണം തോന്നും, അങ്ങനെയൊക്കെ.
ഇങ്ങനൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. രണ്ട് സൈഡിൽ തല്ലാനുള്ള ആളെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇവിടെ വന്നേടാ. അങ്ങനെ സ്വദേശം എവിടെ? തൃപ്പൂണിത്തുറ. തന്റെ പാലാരി കേട്ടോ. താൻ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ? നീ വേറെ. ഞാൻ വരുത്തൻ. മരുത്തനാണ് മെയിൻ. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കഴിഞ്ഞു, വെറുതെ ഒരു കാര്യമില്ലാതെ. അപ്പോഴും ബറോസിന്റെ കാര്യം പറഞ്ഞപ്പോ കാണാൻ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നാളെ തന്നെ കാണാൻ പോണമെന്നൊന്നുമില്ല. എനിക്ക് ടൈം നോക്കിയിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട്. ഈ പടം നാളത്തെ റിവ്യൂ കണ്ടു പൊട്ടി എന്നൊക്കെ മനസ്സിലായി, പിന്നെ പോയി കാണുമോ? ഞാൻ കാണും. എന്താ പൊട്ടിയെന്ന് അറിയണമല്ലോ. എന്റേതായിട്ടുള്ള രീതിയിലൊരു അവലോകനം അതിനകത്ത് ഞാൻ നടത്താറുണ്ട്. പുഷ്പ കണ്ടപ്പോ പൊട്ടിന്ന് മനസ്സിലായിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പൊട്ടിന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പോയി കണ്ടത്. അല്ല, പൊട്ടിന്ന് മനസ്സിലായിട്ടല്ല പോയി കണ്ടത്. ഞാനൊരു പൊതുവെ എനിക്ക് അല്ലു അർജുൻ്റെ ഫിലിംസും ഇങ്ങനെ ആക്ഷൻ പരിപാടികൾ, തെലുങ്കു അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ നമ്മൾ രാവിലെ പോകുന്ന ഷോസൊക്കെ ഉണ്ടല്ലോ, ഒരു 4:15 പോകുന്നൊരു ഷോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് എല്ലാവരുടെ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ ഇത്ര ദുരന്തം പടമൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പടം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ടിരുന്നുകൊണ്ട് നമ്മൾ അങ്ങ് നല്ല രീതിക്ക് അങ്ങ് കളിയാക്കി ആ പടത്തിനെ. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പടം. അതായത് എനിക്കൊന്നും നമ്മുടെ അതിനകത്ത് അഭിനയിച്ച പെണ്ണിന്റെ പേരുന്നത് ശ്രീവള്ളി, രശ്മിക ആണെങ്കിൽ മറ്റേ നമ്മളിപ്പോ ഡെന്നിസിന് ഞാനൊരു 50 രൂപ തരണമെന്ന് വിചാരിച്ചു. 500 രൂപയുടെ അഭിനയം ബേത്തർ രൂപ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ പുള്ളിക്കാരി അഭിനയിച്ച് തകർക്കും. അപ്പൊ പുള്ളിക്കാരി അവിടെ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡയലോഗുകളും പുഷ്പേനെ കുറിച്ച് അത്രയും വർണ്ണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ ഞങ്ങൾ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുക. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പടം പൊട്ടിന്ന് അറിഞ്ഞതിലും വലിയ സങ്കടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലു അർജുന്റെ ഫാനോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടാവും അങ്ങനെ പൊട്ടിന്ന്. അതുപോലെ വീണ്ടും പോയി ഇപ്പൊ ബറോസ് കാണാൻ നേരത്ത് കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് ചിരിച്ച് കളിച്ച് ഇതിനെ കളിയാക്കി. അത് ഞാൻ കാണില്ല. ഇത് മോഹൻലാലിന്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കളിയാക്കാനായിട്ട് അങ്ങനെ നിൽക്കൂല. എനിക്കൊന്ന് ജസ്റ്റ് കാണണം എന്താണ് പുള്ളി ഇത്രയും നാള് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അതൊന്നും എനിക്ക് അറിയണം എന്നുള്ളതുണ്ട്. എന്താണ് അതിനകത്ത് ഉള്ളത്, അല്ലെങ്കിൽ ആ പടത്തിനകത്ത് എന്തൊക്കെയാണ് പുള്ളി അതിനകത്ത്. തനിക്ക് തോന്നുന്നുണ്ടോ മോഹൻലാലിനെ കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമെന്നും? അത് അജുൻ എങ്ങനെ പറയാൻ? അല്ലല്ല, ഞാൻ അതിനെ പറ്റി ചോദിക്കുക. ഇറങ്ങിയോ പടം? അതല്ല, നമുക്കിപ്പോ ഒരാളെ പറ്റി ഒരു അഭിപ്രായമുണ്ട്, നമുക്കൊരാളെ കണ്ടറിയാം. ഇപ്പൊ ചിത്രയെ കൊണ്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എത്രത്തോളം ഏത് ടൈപ്പ് പടമായിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ചിത്രയ്ക്ക് ഒരു സയൻസ് ഫിക്ഷൻ മൂവിയോ അല്ലെങ്കിൽ ഈ ആനിമേഷൻ മൂവിയോ ഒന്നും സംവിധാനം ചെയ്യാനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല. നിനക്ക് അതിനെപ്പറ്റിയുള്ള അറിവും ഇല്ല. നിനക്ക് വേണം ചെയ്യാൻ പറ്റും, ഒരു പഠിക്കാനുണ്ടെന്ന് മാത്രമല്ല, അതൊക്കെ വലിയ പണിയാ. ഇപ്പൊ അയൺമാൻ പോലത്തെ ഒരു പടം എന്താണ് തന്നെ കൊണ്ട് സംവിധാനം ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടും പറ്റത്തില്ല, അവനെ കൊണ്ടും പറ്റത്തില്ല. ഓക്കെ, എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പൊ മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെ കുട്ടികളുടെ ഒരു ആനിമേഷൻ 3D മൂവി സംവിധാനം ചെയ്യാൻ പറ്റുമോ, അതോ സാധാരണ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ, അതോ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യാൻ പറ്റുമോ, അതോ സീരിയലാണോ സംവിധാനം ചെയ്യാൻ പറ്റുന്നത്, അത് സംവിധാനമേ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇത് പുള്ളിക്ക് പറ്റിയ പണിയല്ല. പുള്ളി ഇത് ചെയ്താൽ ശരിയാകത്തില്ല. അപ്പൊ തന്റെ അഭിപ്രായം എന്താ? നല്ല അസോസിയേറ്റ്സിനെ വെച്ച് പുള്ളി പണി അങ്ങ് നടത്തണമെന്ന് ചോദിച്ചാൽ പറ്റും. മനസ്സിലാവുണ്ടോ? ഒരു ബേസിക് ഐഡിയ ഒക്കെ മതി. നല്ല 2 അസോസിയേറ്റ്സ് ഉണ്ടെങ്കിൽ പരിപാടിയൊക്കെ നടക്കും. പിന്നെ ഇയാളുടെ ഒരു എന്താണ്, ഈ സന്തോഷ് ശിവൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടായിരുന്നു. ഈ പഴയ ഇൻ്റർവ്യൂ ആണ്, കുറച്ച് കാലം മുമ്പുള്ള, ഈ കോവിഡിന് ശേഷം. അപ്പോൾ ഈ കോവിഡ് സമയത്ത് മോഹൻലാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു സന്തോഷ് ശിവന്. അപ്പോൾ ഇയാളത് കണ്ടിട്ട് പിന്നെ അയാൾ പറയണം, ഞാൻ പിന്നെ ഇത് അയച്ചു തരുന്നുണ്ടോ, ഞാൻ പിന്നെ നന്നായിട്ടുണ്ടെന്ന് പറയുമെന്ന്. മനസ്സിലാവുണ്ടോ? അങ്ങനെ അയാൾ പറയുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ചിരിച്ചുകൊണ്ട് അയാൾ കുറച്ച് ഫണ്ണി ആയിട്ട് തമാശയാക്കി തന്നെ അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന അയാളുടെ ഒരു ഈ പറയുന്ന സിനിമ ചെയ്യാനുള്ള കഴിവെന്നൊക്കെ പറയുന്നത് ഇതാണോ അതിൻ്റെ കറക്റ്റ്? ഓക്കെ.
അപ്പോൾ ഇയാൾ സിനിമ ചെയ്യാന്നൊക്കെ പറയുന്നത് അഭിനയിക്കാനുള്ള ഇയാൾക്ക് ക്യാമറയെക്കുറിച്ചൊക്കെ ധാരണയൊക്കെ ഉണ്ട്. ഇയാൾ അതിങ്ങനെ നമുക്ക് ഇയാൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന രീതി ഇയാൾ പരിപാടി പിടിക്കുന്നതാണെന്ന് അറിയാൻ പറ്റുമോ? അയാൾക്ക് അറിയാതെ അങ്ങനെ ചില കാര്യങ്ങൾ അറിയാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ പൊസിഷൻ പിടിക്കാൻ അറിയാൻ പുള്ളിക്ക്. അവിടെ നിന്ന് ഇപ്പോൾ ബറോസിൻ്റെ ഫസ്റ്റ് ടീസർ വന്ന ഓർമ്മയുണ്ടോ? അപ്പോൾ അത് താൻ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇയാളിങ്ങനെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എക്സ്ക്ലൂസീവ്ലി ഇയാൾ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. അപ്പോൾ ഇയാളുടെ ഇന്ന് ഡിഗാമ തമ്പുരാൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. ഇയാളുടെ ഇന്ന് ഒരു 10 വയസ്സുള്ള കൊച്ച് താക്കോൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ഇയാൾ അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി അത് മാറ്റി. അത് മുക്കി പുള്ളി. പിന്നെ അതില്ല, ആസാനമില്ല, അത് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വന്നു. അങ്ങനെ പല മാറ്റി പുള്ളി ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. ഇതൊരു പരീക്ഷണമാണ്, മനസ്സിലാവുണ്ടോ? പിന്നെ ഇനിയിപ്പോൾ എന്താവുന്നൊന്നും കണ്ടേ പറയാൻ പറ്റുള്ളൂ. എന്ത് കാണിച്ചാലും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്കറിയാലോ ഇയാളെ കൊണ്ട് എന്ത് നടക്കുമെന്നുള്ളത്. ഇയാളെല്ലാത്തിനും ഇടപെടുകയും ചെയ്യുമെന്ന് തോന്നുന്നു, മനസ്സിലാവുണ്ടോ? അവിടെയാണ് അതിൻ്റെ ഒരു വേറൊരു പ്രശ്നം. ഞാൻ ഇതിനകത്തുള്ള അപകടം എന്താണെന്നറിയോ? അവിടെ നല്ല ഇത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ മോഹൻലാൽ ലാലിസോ എന്ന് പറഞ്ഞൊരു പരിപാടിയും കൊണ്ടുവന്നു. പാട്ട് പാടുമെന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാലിന് പാടാൻ അറിയാം, മോഹൻലാൽ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്, അല്ലാതെ പാടും എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് വന്ന് അതങ്ങ് കുളമായി, പോട്ടി നാശമായി. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തോ ഒരു എക്സ്പെക്റ്റേഷൻ വേണം സിനിമ സംവിധാനത്തിൽ. പിന്നെ വേറൊരു പരിപാടി, പുള്ളി ക്രിക്കറ്റ് കളിക്കാൻ പോയി. ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, പഴയ കളിക്കാരനാണ്, യൂണിവേഴ്സിറ്റി കോളേജ് കളിച്ചിട്ടുണ്ട്, ചാമ്പ്യനാണ്, ബോക്സറാണ് എന്നൊക്കെ പറയാതെ, പക്ഷേ എറിയാൻ ചെന്നിട്ട് ഒരു ഓവറിൽ ഇത്രയും വൈഡ് എറിഞ്ഞ ഒരു മനുഷ്യനില്ല. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനില്ല. ക്രിക്കറ്റ് പോട്ടെ, കണ്ടത്തി കളിക്കുന്ന പിള്ളേർ പോലും ഇത്ര എറിഞ്ഞ് കാണത്തില്ല. അവിടെ ചെന്ന് അങ്ങ് നാണം കെട്ട് അങ്ങ് നാറി അങ്ങ് നാശമാക്കി, കോളമാക്കി. അപ്പം നമുക്ക് ഈ ഡയറക്ഷനിലും എന്തോരം ആക്കാൻ സാധിക്കും. പുള്ളിക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. ബ്ലോഗ് എഴുതിയിട്ട് എഴുതി കൂട്ടിയ വിഡ്ഢിത്തരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവലിൽ അയാൾ നാണം കിടന്ന രീതിയിലത്തെ ബ്ലോഗുകൾ എഴുതി പിടിപ്പിച്ച് കുറേ അക്ഷരം അറിയാം, ആരാണ് വേണ്ട പറയുന്നത്, ആരാണ് എഴുതി കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഇയാൾ പറയുന്നതായിരിക്കും എഴുതുന്നത്. അല്ലെങ്കിൽ ഇനി വേറൊരാൾ എഴുതിയിട്ട് പുള്ളി അപ്രൂവ് ചെയ്യും. ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പണിയായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അസോസിയേറ്റിനെ വെച്ചിട്ട് അത് കൊള്ളാമെന്ന് വിചാരിക്കുന്ന ഒരു മാനസിക നിലയുണ്ടല്ലോ. ഇത് കാണുമ്പോൾ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആ ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. അല്ല, താൻ പറഞ്ഞ പോലെ ഒരു അസോസിയേറ്റിനെ വെച്ച് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് പുള്ളിയുടെ ഒരു ഇടപെടൽ വരും. പുള്ളി ഒരാണ് സിഗ്നേച്ചർ കൊടുക്കുവാന്ന് വിചാരിച്ചു. ലാസ്റ്റ് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ലെറ്റർ പാഡിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് ടൈറ്റിൽ വെച്ചിട്ട് അടി കൊണ്ട് ഒപ്പിടുന്ന ആൾ. അവർ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുന്നു, പുള്ളി ഇത് വായിക്കുന്നു, അല്ല വായിച്ച് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യായിരിക്കും. പുള്ളി തിരക്കാണ്, ചിലപ്പോൾ വായിക്കത്തില്ല. ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്, ഒന്ന് ഒപ്പിട്ടേക്കാൻ പറയും. പുള്ളി അങ്ങ് ഒപ്പിടുവാന്ന് വിചാരിച്ചു. അങ്ങനെയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനകത്തിപ്പോൾ സിനിമ വരുവാന്ന് വിചാരിച്ചു. സിനിമയിൽ ഇയാൾ ഈ പറഞ്ഞ പോലെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ കൊള്ളാമെന്നാന്ന് വിചാരിച്ചു. അവൻ കൊള്ളാമെന്നൊരു പണി കാണിച്ച് അയാൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം പുള്ളി കാണിച്ചേക്കുന്ന പല പരിപാടികളും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് പുള്ളിയുടെ പ്രോഡക്ട്സ് ഇതിന് മുമ്പുള്ള അഭിനയത്തിലും ഇയാളുടെ സിനിമകളിലും ഇയാൾ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റും കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഈ ഡയറക്ടറെ സെലക്ട് ചെയ്തേക്കുന്നത്, മോഹൻലാലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവരുടെ വലിയൊരു കോക്കസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ നേരത്തെ തൊട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്ത എല്ലാം നല്ല ഒന്നൊന്നര സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിനകത്തും പാളിച്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സംവിധാനം ആദ്യമായിട്ട് ചെയ്യുക, പാട്ട് പാടിയതുപോലെ, ക്രിക്കറ്റ് കളിക്കാൻ ചെന്നതുപോലെ, ബ്ലോഗ് എഴുതിയതുപോലെ ഒക്കെ ചെന്നേക്കോ പുള്ളി. ഇയാളിപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി ചാടി ഇറങ്ങിയതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് പൃഥ്വിരാജ് സിനിമ ചെയ്തോണ്ട് അതെനിക്ക് തോന്നുന്നത്. ഇയാളുടെ പരിപാടിയെല്ലാം അങ്ങനെയാണല്ലോ. ഞാൻ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ പുള്ളിക്ക് അത് ചെയ്യണം, എനിക്ക് പാട്ട് പാടണം, ഞാൻ ഗായകനാണ്, ഞാൻ മറ്റേത് ചെയ്യും, ഞാൻ എല്ലാം ചെയ്യും. ഇയാൾ മാജിക് എന്നും പറഞ്ഞ ഒരു സമയത്ത് ഇറങ്ങിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫുള്ളും ചിത്രം നോക്കുന്നു. ചിത്രം ഒറ്റപ്പെട്ട ഈ സംഭവത്തിൽ ചിത്രം ഞങ്ങൾ എനിക്കിത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാൻ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, ഞങ്ങൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പടം ഇറങ്ങുന്ന അനാലിസിസ് അല്ലേ? നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. അത് അയാൾ ചെയ്യണ മൊത്തം ഇങ്ങനെയാണ് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഒരു കള്ളത്തരം പറഞ്ഞ് നിന്നെ പറ്റി അപവാദം പറഞ്ഞിറക്കിയിട്ട് വ്യക്തിഹത്യ എന്ന് പറഞ്ഞ സാധനം അങ്ങനെയാണ് ചെയ്യുന്നത്. നീ
ചെയ്തിട്ടില്ലാത്ത കാര്യം അല്ല നീ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് പറയുന്നിടത്ത് എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എടാ ഞാൻ ചെയ്യുന്നൊന്നും പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്. അയാളും പറയുന്നില്ലല്ലോ ഇത് ഭയങ്കര അടിപൊളിയാണ്. അടിപൊളിയാന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് ഫാൻസിന്റെ കുറെ കുഴപ്പങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരിത് ഭയങ്കരമായിട്ട് പൊക്കി പിടിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹൈപ്പിലേക്ക് ആ സാധനം പോകുന്നത് കൊണ്ടാണ് നമുക്കും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായി. അതിപ്പോ ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അത് താഴെ വൻ പരാജയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത് അതുകൊണ്ടാണ്. കാരണം ഫാൻസ് ഇത്ര ഏറ്റെടുക്കുമ്പോ എന്താ പറയാ, നമുക്ക് തോന്നും ഇയാള് എന്തോ വലിയ സംഭവമാണ് ചെയ്യാനിരിക്കുന്നത്, അങ്ങനെ ചെയ്യണ്ടെന്നുള്ളൊരു ധാരണ ആൾക്കാർക്കിടയിൽ വരും. പിന്നെ അതൊന്ന് താഴേക്കൊന്ന് പോയി കഴിഞ്ഞാൽ വൻ വീഴ്ചയിലേക്ക് അത് പോവുകയും ചെയ്യും. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് അതാണ് നേരത്തെ പടമൊക്കെ പൊട്ടുമ്പോ സംവിധായകന്റെ തലയില് വിജയിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ പടം വിജയിച്ച് ഇപ്പൊ ഫാൻസുകാർ ബ്രാൻഡിന് വിലയുണ്ടല്ലോ, അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഏത് ബ്രാൻഡ്, എന്ത് ബ്രാൻഡ് നീ പറയുന്നത്? ബ്രാൻഡ് എന്നൊക്കെ പറയണ പോലെ അതല്ല ഞാൻ പറഞ്ഞത്. എന്നാ പോട്ടെ, ഇനി ബ്രാൻഡ് ആണെന്നങ്ങ് വിചാരിക്കുക. ഈ ബ്രാൻഡിന്റെ ക്വാളിറ്റി വളരെ മോശമാണെങ്കിൽ ബ്രാൻഡായിട്ട് വല്ല കാര്യമുണ്ട്? അത് ബ്രാൻഡിന്റെ ക്വാളിറ്റി അതിനകത്ത് കാണുന്ന ആൾക്കാർ എടുത്താൽ മതി. അങ്ങേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിനിമകളുണ്ട്, അല്ലെങ്കിൽ അങ്ങേര് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയാക്കിയേക്കുന്ന ഒരുപാട് സിനിമകൾ. അജു തന്നെ പറഞ്ഞിട്ടില്ലേ, പഴയ സിനിമകൾ നല്ല സിനിമകളാണ്. ചെറുപ്പകാലത്ത് ഒന്ന് ഞെട്ടും, പുള്ളിയെ ഒന്ന് തട്ടിയ ഒന്ന് ഞെട്ടിപ്പോയി പുള്ളി ഇങ്ങനെ കാണിക്കുന്ന സാധനമുണ്ട്. അത് ഏത് സ്ഥലത്ത് ഏത് ക്യാരക്ടറും അത് കാണിക്കും. ആ ക്യാരക്ടർ ആരായാലും മോഹൻലാൽ അത് കാണിക്കും. അത് പുള്ളി ഏത് സിറ്റുവേഷൻ ആണെങ്കിലും കാണിക്കും. പുള്ളി ഇപ്പൊ കാമുകി പുള്ളിനെ ഇങ്ങനെ പിടിക്കാൻ വരുമ്പോഴാണെങ്കിലും പുള്ളി സാധനം പുള്ളിയുടെ പോലീസ് പിടിക്കാൻ വരുമ്പോൾ അടിക്കാൻ മറ്റേ അടി കൊള്ളുമ്പോഴേക്കും പുള്ളി ഇടുന്നതായിരിക്കില്ലല്ലോ, അതിന്റെ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ പറയുന്നതായിരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അജു ചെയ്തിട്ട് ഒരു സാധനം നല്ലതെന്ന് വിചാരിച്ചു, അത് കണ്ടു കഴിയുമ്പോ തന്നെ നമ്മളിപ്പോ പിന്നീടും ചെയ്ത് കാണാനായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. മോഹൻലാല് ബോൺ ആക്ടർ ആണല്ലോ പുള്ളി, അങ്ങനെയാണല്ലോ പറയുന്നത്. ബോൺ ആക്ടർ ആണല്ലോ. ഈ എക്സ്പ്രഷൻസ് മാറണം ബോൺ ആക്ടർ ആയതുകൊണ്ട്. ഇത് തന്നെ ഇടാൻ പറ്റില്ല, മനസ്സിലായോ? മാറ്റാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ? അത് മാറ്റാനായിട്ട് അയാള് നിർബന്ധിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതാണോ നീ വിശ്വസിക്കുന്നത്? അതല്ല, അയാളിപ്പോ ഓരോ ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ വരുന്നു, അയാള് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇത്ര ഭയങ്കര എക്സ്പ്ലനേഷൻ. ഫാനാ ഈ അന്ധമായ മറ്റേ അതുപോലെ ഉണ്ട്. പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. അത് പറഞ്ഞോ, കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞതിനകത്തൊരു കുഴപ്പമുള്ള എന്നറിയോ, ഇതിപ്പോ ഫാൻസുകാർ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിന് എങ്ങനെ ഇത് തോന്നുന്നു എന്നുള്ളതാണ്. അയാൾ അതുപോലെയൊക്കെയാണ് ഈ ഫാൻസിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോഴേ അവർക്ക് ഹൈപ്പ് വരത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഒരു മനുഷ്യന് ചുമ്മാ സിമ്പിൾ ആയിട്ടാ പറയുന്നത് ഓരോ കാര്യങ്ങളും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സിമ്പിളായിട്ട് തിരിഞ്ഞു വന്നൊരു പറച്ചിട്ട് പറഞ്ഞു സമയമായെന്ന്. പിന്നെ കേട്ടില്ല, അപ്പോഴേ ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. വീഡിയോ ഉണ്ടായിന്റെ ആ വീഡിയോ ഇടയിലിടാം. സമയമായെന്ന് ഞാൻ എന്നാ പൊക്കോ ശരി ബൈ എന്ന് പറഞ്ഞു. താൻ എന്താണോ പോയില്ലേ എന്ന് തിരിഞ്ഞു വന്നിട്ട് സമയമായി വരുന്നെന്ന്. ഞാൻ സമയം വരുന്നേ പൊക്കോ എന്തിനിവിടെ നിൽക്കുന്നേ എന്ന് പറഞ്ഞ പോലെ. ഈ പറഞ്ഞതിനകത്തൊരു കുഴപ്പമുള്ള എന്നറിയോ, ഈ പറഞ്ഞ ഇപ്പൊ ചിത്രയ്ക്ക് എന്താ പ്രശ്നം വെച്ചാൽ ചിത്ര പഴയ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ച സിനിമകളിൽ മോഹൻലാൽ ഒന്ന് സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുമ്പുള്ള സിനിമകളെ പറ്റി പറയുന്നത്. മോഹൻലാലൊക്കെ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റിൽ കൈയടത്തും, കാസ്റ്റിംഗ് കൈയടത്തും, തിയേറ്ററിനകത്ത് പിടിച്ചു വെക്കും. അങ്ങനെ ഇവർക്ക് ഹോൾഡായിപ്പോയി. ഇവർ പ്രൊഡ്യൂസറുമാണ്, പ്രൊഡക്ഷൻ ചെയ്യും, പാട്ട് പാടും, എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പടങ്ങൾ വളരെ മോശമാണ്. കാരണം ഇവർക്ക് ഈ പരിപാടി അറിയത്തില്ല. സിനിമാ നടന്മാർ എന്ന് തൊട്ട് ഈ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ മേഖലകളിൽ ഇടപെടാൻ തുടങ്ങിയോ അന്ന് തൊട്ട് മലയാള സിനിമ നശിച്ച്. മറ്റേ സാധനം നമ്മൾ അന്ന് പറഞ്ഞ പോലെയാണ്. അതിപ്പോൾ ഇവർ സിനിമക്കകത്ത് ഇടപെടുന്നത്, ഇപ്പോൾ അഭിനേതാക്കൾ സിനിമക്കകത്ത് സ്ക്രിപ്റ്റിനകത്തൊക്കെ ഇടപെടുക എന്ന് പറയുന്നത് ലോകത്ത് വേറെ എവിടെയെങ്കിലും സംഭവിക്കണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാവുണ്ടോ? അതായത് സിനിമ എന്ന് പറയുന്ന ഇപ്പോൾ ഇതൊരു ബിസിനസ്സാണല്ലോ അടിസ്ഥാനപരമായിട്ട്. ഇതൊരു പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്ന ഒരു കച്ചവടമാണ് ഇത്. ഈ സാധനം അങ്ങനെ മനസ്സിലാക്കണം. അഭിനേതാവിനെ ഹയർ ചെയ്യുന്നതാണ്, മനസ്സിലാവുണ്ടോ? വാടകയ്ക്ക് എടുക്കുന്നതാണ്. വാടകയ്ക്ക് എടുത്ത് അഭിനയിപ്പിക്കുന്നു, എന്നിട്ട് ആ കാശ് കൊടുക്കുന്നു, പൊക്കോളാൻ പറയുന്നു. അതാണ് പരിപാടി. അപ്പോൾ ഇവർ വന്നിട്ട് പറയണേ ഇതൊക്കെ മാറ്റണം. ഏത് കമ്പനിയോട് അവരെ മാറ്റിക്കോ, ഇവരെ മാറ്റിക്കോ, സ്ക്രിപ്റ്റിൽ ഇത്രയും പോർഷൻ മാറ്റിക്കോ, എൻ്റെ ഇതെല്ലാം ഇവർ ഇടപെടുവാണ് ഇതിനകത്ത്. ഇന്ത്യൻ സിനിമയിലെ കാര്യം പറയുന്നത്. അതായത് ഒരു കഥ ഉണ്ടാകുന്നു, ആ കഥയ്ക്ക് വേണ്ടുന്ന ഒരാളെ കാസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ പറയുന്ന പോലെ അയാൾ ആ സിറ്റുവേഷൻ അഭിനയിക്കുകയോ ചെയ്യേണ്ടത്. ആ ഉടുപ്പിട്ട് അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും ആരൊക്കെയാണെന്ന് അവരാണ് നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് പറ്റുന്നറിയോ, തിരക്കഥ വന്നിട്ട് ഇടപെടും, കഥയ്ക്കകത്ത് ഇടപെടുത്തുന്നില്ല, തിരക്കഥയ്ക്കകത്ത് ഇടപെടും. പിന്നെ സ്ക്രീൻ പ്രസൻസ് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടും.
പിന്നെ ഇടുന്ന കോസ്റ്റ്യൂംസ്, കൂളിംഗ് ഗ്ലാസ് വരെ മമ്മൂട്ടി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നവർക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. ഇന്ന കൂളിംഗ് ഗ്ലാസും വെച്ചേ നിൽക്കത്തുള്ളൂ, അല്ലെ കൂളിംഗ് ഗ്ലാസ് വേണം. പിന്നെ സീനിനകത്ത് ചില ഡയലോഗുകൾ അവർ പറയണ്ട, നമ്മളോട് അങ്ങനെ ഞാൻ വലിയ പുള്ളിയാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത കുറേ സിനിമകളാണ് നമ്മളീ കാണുന്നത്. അല്ലാതെ ഈ സിനിമയ്ക്കൊന്നും സിനിമയുടേതായ ക്വാളിറ്റി ഒന്നും ഇല്ല. അത് കണ്ടാൽ മനസ്സിലാകുന്നവർക്ക് ഇവരോട് വിരോധം തോന്നും. പല സംവിധായകന്മാരെയും ചവിട്ടിത്താക്കും. ഒരുതരം എന്താ പറയുക, ഇവരോട് അങ്ങനെ വിരോധമൊന്നും അല്ല തോന്നുന്നത്. എനിക്കങ്ങനെ വിരോധമൊന്നും തോന്നുന്നില്ല. ഇവരുടെ ഈ മണ്ടത്തരം മനസ്സിലാകുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇവരിങ്ങനത്തെ ചെറിയ പൊട്ടന്മാരാണ്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അതായത് സിനിമ ഇപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാനൊരു നടനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കും? ഒരു ക്യാരക്ടർ സിനിമ നന്നാക്കുക, എൻ്റെ ക്യാരക്ടർ നന്നാക്കുക, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഔട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതിനകത്ത് കയറി ഇടപെട്ട് ആ സിനിമയുടെ മൊത്തം പരിപാടിക്കകത്ത് ഇടപെട്ട് അതിനകത്ത് കിടന്ന് ബ്ലാമ്പി അലമ്പി അത് മോശം അവസ്ഥയിലാക്കിയിട്ട് ഇവരുടെ മാത്രം കാര്യം ശരിയാക്കുന്ന പോലെ പരിപാടി വെച്ചിട്ട് അവസാനം എന്തുണ്ടാവും? സിനിമ മോശമായി പോകും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ചിത്രം ഒരു ബിൽഡിംഗ്, ഒരു വീടുണ്ടാക്കുവാണ്. ഞാനതിൻ്റെ ഞാനതിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻജിനീയറാണ്, ഞാനിത് സെറ്റ് ചെയ്തു ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ അജു വന്നിട്ട് ഇത് ഏൽപ്പിച്ചേക്കുന്ന അജുവിനെയാണ് ഇത് പണിയാൻ വേണ്ടിയിട്ട്. കോൺട്രാക്ടർ അജു ആണ്. അജു വന്നിട്ട് അപ്പോൾ ഇയാൾ വന്നിട്ട് ചിത്രക്കൊരു ഐഡിയ ഉണ്ട്, ഞാനും ചിത്രം തമ്മിൽ ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്, നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഇയാൾ വന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ മേടിച്ച് കൈപ്പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ശരിയാവില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അത് വേറെ തരത്തിലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇയാൾ അങ്ങ് ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി അത്. മനസ്സിലാവുണ്ടോ? ഇത് ചിത്രയുടെയാണ് ആവശ്യം, ചിത്രയാണ് പ്രൊഡ്യൂസർ. മനസ്സിലാവുണ്ടോ? ഞാൻ അതിനെ കൈകാര്യം ചെയ്ത് തരുന്ന ആൾ മാത്രമാണ്. ഇത് താനാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ രീതിക്കനുസരിച്ച് പണിയെടുക്കുക എന്നുള്ളതാണ് ബാക്കി എല്ലാവരുടെയും ഉത്തരവാദിത്വം. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇതിനകത്ത് കയറി ഇടപെട്ട് അവരോട് ഇങ്ങനെ ചെയ്യും, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇത് എഗ്രിമെൻറ്റ്സ് ഇല്ല. മനസ്സിലാവുണ്ടോ? അതാണ് ഇപ്പോൾ നടന്മാർ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഈ ഷൈൻ നിഗത്തിനൊക്കെ ഭയങ്കര കുറ്റം പറയുന്നുണ്ടല്ലോ അവിടെ. എഗ്രിമെൻറ്റ്സ് വയ്ക്കണം, കൃത്യമായിട്ടുള്ള കോൺട്രാക്ട്സ് കറക്റ്റ് ആയിരിക്കണം, ഈ കോൺട്രാക്റ്റ് ലീഗലായിരിക്കണം, ലീഗലി വാലിഡ് ആവുന്ന സാധനം ആയിരിക്കണം. ഈ സാധനം ഫോളോ മാറിയ നിയമപരമായിട്ട് കൊടുക്കേണ്ട പറഞ്ഞു. അപ്പോഴാണ് ഈ പരിപാടിയൊക്കെ വർക്കാവും. ഇത്രയും പെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിന് നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കോൺട്രാക്റ്റുകൾ കൃത്യമല്ലെങ്കിൽ ഈ നഷ്ടം കൂടും പ്രൊഡ്യൂസർക്ക്. ഇവിടുത്തെ സിനിമകൾ നഷ്ടമാകുന്നതും പല പടങ്ങളും പൊട്ടിപ്പോകുന്നതിനകത്തും മുഴുവൻ ഉത്തരവാദിത്വം നടൻ്റെ മണ്ടയ്ക്കായിപ്പോയിരിക്കും. ശരിക്കും ഈ നടൻ്റെ പ്രവർത്തികൾ കാരണമാണ് ഈ പടങ്ങൾ നശിക്കുന്നത്. മനസ്സിലായി? ഇൻഡസ്ട്രിയിലുള്ള കലാപരമായ കാര്യങ്ങൾ ഇടപെടൽ കാരണം കല നശിക്കുക. ഈ സിനിമയെന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ പുരോഗമിക്കാതെ പോയതും ഇപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമകളിലോട്ടൊന്നും കൊണ്ട് വെക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ഇവിടുന്ന് കിട്ടത്തില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ പണി കാണിച്ചേക്കുന്ന നടന്മാരാണ്. ഈ നടന്മാർക്ക് ഇത്ര ഹൈലി പെയ്ഡാണ്, കഥ കൊണ്ടുവന്നാൽ മാറ്റിക്കളയും, ഇവനനുസരിച്ച് ഇവന് സൗകര്യമുള്ള പോലത്തെ കഥ കൊടുക്കും. അങ്ങനെ വന്നിട്ട് ഇവിടെ ഉള്ള നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ കുറേ സിനിമ എടുത്തിട്ട് കാണിച്ചിട്ട് കുറേ കോടികൾ അടിച്ചുകൊണ്ട് പോകും. പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടികൾ എല്ലാം പള്ളിപ്പെരുന്നാളിനുണ്ട്. കപ്പലിൻ്റെ അകത്ത് കുറച്ച് MDMA കൂടെ കാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരും എല്ലാം തിന്നിട്ട് മണ്ടന്മാരും എല്ലാം പോയി വല്ല കൂടുതൽ കപ്പലിൻ്റെ തിന്നുന്ന പോലത്തെ പരിപാടി. അതൊക്കെയാണ് ഈ പറഞ്ഞ സംഭവം ചെയ്തിട്ടുള്ളത്. അല്ലാതെ ക്വാളിറ്റിയുള്ള സിനിമകളില്ല, നല്ല കഥകളില്ല. വെറൈറ്റി ആയിട്ട് എനിക്ക് ആകെ 2 പടമേ തോന്നില്ല. ആട്ടവും ഭ്രമയുഗം. ഞാൻ എപ്പോഴും പറയാം, അത് വ്യത്യസ്തമായ സിനിമകളാണ് മലയാളത്തിൽ നിന്ന്. ഇന്ത്യയിൽ അങ്ങനെ സിനിമകൾ 2 ഈ 2 മതി. ലാപ്പത്ത ലേഡീസൊക്കെ എന്താ അങ്ങനെയല്ലേ എൻ്റെ ഇവിടെ അങ്ങനത്തെ പടങ്ങൾ, അങ്ങനത്തെ സിനിമകൾ നല്ല സിനിമ. അതൊക്കെ വളരെ കുറച്ച് ഇറങ്ങുന്നതിനിടയിൽ നമ്മുടേതായ കാര്യങ്ങൾ ചെറുതാണ്, നമ്മുടെ ഇൻഡസ്ട്രിയും ചെറുതാണ്, നമുക്ക് അത്രയും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഈ ഓസ്കാറിന് പോയെന്ന് വരത്തില്ല. ഓസ്കാറിന് ആടുജീവിതമൊക്കെ പോകുന്നെന്ന് പറഞ്ഞത് അത് തന്നെ വലിയ കോമഡി ആയിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ഇവിടെ ഭയങ്കരமான സിനിമ എന്നൊക്കെ പറഞ്ഞ് പാൻ ഇന്ത്യ ഒക്കെ പൊക്കി പിടിക്കുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ചില സിനിമയൊക്കെ ഇപ്പോൾ ഏതൊക്കെയോ സിനിമകളൊക്കെ ഭയങ്കര സിനിമയെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ കേരളത്തിൻ്റെ ഒരു ചുറ്റുപാട് അറിയാൻ പാടില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ സിനിമ ചെയ്യുമ്പോഴേ സിനിമ ഇങ്ങനെ ഇവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നവരല്ലെങ്കിൽ മനസ്സിലാവുണ്ടോ? ഇത് കൊള്ളാം എന്ന് തോന്നും. മനസ്സിലാവുണ്ടോ? അതെനിക്ക് ഇവിടുത്തെ ഒരു സോഷ്യൽ ഓർഡറും കൂടി മനസ്സിലായാലാണ് ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് സിനിമ ശരിക്കും കണക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പല സിനിമയും പറ്റാത്തത്. തനിക്ക് മനസ്സിലായി? ഈ സിനിമ നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴേക്കും കൊള്ളാം, നന്നായിട്ടുണ്ട്, ഭയങ്കര റിയലിസ്റ്റിക്കാന്ന് പറയും.
അങ്ങനെയല്ല അത്. ഇവിടെ ഈ പരിപാടി നമുക്ക് സെറ്റ് ആവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് റിയലിസ്റ്റിക് ആവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോഷ്യൽ ഓർഡറായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലാത്ത പോലത്തെ പരിപാടികൾ ഇറങ്ങിയപ്പോഴേക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം അവിടുത്തെ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ഇവിടെ അത് പിടിക്കാത്തത് നമുക്ക് ദഹിക്കില്ല. ഇവിടുത്തെ അങ്ങനത്തെ മാസ് കാണിക്കലും പറന്ന് വന്ന് അടിക്കലും കടിക്കലും ഒക്കെ നമുക്ക് പറ്റില്ല. അത് അടിപൊളിയായിരുന്നു. കടിക്കുന്ന ഒരു സീനുണ്ട് പുഷ്പ, പറന്നു വന്ന് കടിക്കും. കണ്ടത് എടാ ഈ പടം നമ്മളിവിടെ ഈ ഫേസ്ബുക്കിലും ഈ മീഡിയയിലൊക്കെ വന്ന് പബ്ലിസിറ്റി കൊടുക്കുന്നവർ, ഈ റിവ്യൂസും അതിന് കള്ളൊക്കെ എഴുതി പിടിപ്പിക്കുന്നവർ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പുഷ്പ നോർത്ത് ഇന്ത്യയിലും അവിടെയൊക്കെ ഭയങ്കര ഹിറ്റാണെന്ന് ഇവർ പറയുന്നത്. അവിടെ ഒന്നും അത്ര ഹിറ്റൊന്നും ആയിരിക്കണമെന്നുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഈ പറഞ്ഞ രീതിക്ക് ഒരു സിനിമ എടുത്തിട്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ഹിന്ദിക്കാരന് ഇഷ്ടപ്പെട്ടു, ഹിന്ദിക്കാരന് ഇഷ്ടപ്പെട്ടത് തെലുങ്കിന് ഇഷ്ടപ്പെട്ടില്ല, കന്നഡയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, തമിഴ്, ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞു വന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയാണ്. ഇമാര് ഹൈപ്പ് അടിച്ച് ഇല്ലില്ല തോന്നുന്നില്ലടോ, അങ്ങനല്ല. ഇപ്പം തനിക്ക് ബാഹുബലി സിനിമ ഹിറ്റാന്ന് പറഞ്ഞാൽ അതെല്ലായിടത്തും ഹിറ്റാണ്. പിന്നെ പുഷ്പയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? പുഷ്പയുടെ ലാഗും പുഷ്പയുടെ മണ്ടത്തിലും ആ സിനിമ കണ്ടിട്ട് മനസ്സിലാവില്ലെന്നാണോ നമുക്കൊക്കെ? നമ്മളെന്നെ അത്രയും ബുദ്ധിയില്ല. ഇത് മനസ്സിലാവുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരങ്ങനെ. ഇത് തെലുങ്കന്മാര് ശരിയാ, അല്ലു അർജുന്റെ ഫാൻസ് അക്സെപ്റ്റ് ചെയ്യാൻ. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ മാസും ഇങ്ങനത്തെ തരം ഭയങ്കര സെന്റിമെന്റൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് കേൾക്കുമ്പോ നമുക്ക് ചിരി വരും. അവിടെയുള്ള ആൾക്കാർക്ക് തെലുങ്കന്മാര് അല്ലു അർജുൻ ഫാൻസിന് ചിലപ്പോ അതങ്ങ് സഹിക്കുമായിരിക്കും. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല. തമിഴിലും എനിക്ക് ഒരു തരത്തിലും അവര് ആക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഇതിന്റെയൊക്കെ തന്ത ഇരിപ്പുണ്ടോ അവിടെ. അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ പിതാമഹനുള്ള സ്ഥലമാണ് തമിഴ്നാട്. അപ്പം അതുകൊണ്ട് അവിടെ അത് ഈ സാധനമൊന്നും അത്ര രജനീകാന്തിൻ്റെ മാസിൻ്റെ അത്ര ഒന്നും ഇനിയിപ്പോൾ ആരും അതെ. വേറൊരു കാര്യമുണ്ട്, ഈ രജനീകാന്ത് താരങ്ങ് പറഞ്ഞു, ഈ രജനീകാന്ത് കാരണം കൊണ്ട് വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് സിനിമയിൽ. ആക്ച്വലി രജനീകാന്ത് പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ആളാണ് രജനീകാന്തിനെ. ഇപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. രജനീകാന്ത് സിനിമകൾ പോയി കാണും. അപ്പോൾ ഈ രജനീകാന്തിൻ്റെ ഒരു സ്റ്റാർഡം കണ്ടിട്ട്, അയാളുടെ ഒരു രീതി പിടിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും രജനീകാന്ത് ആവണം. ആക്ച്വലി ആ ഫാൻ ഫോളോയിങ് വേണം അവർക്ക്. മനസ്സിലാവുണ്ടോ? ആ സാധനത്തിന് വേണ്ടിയാണ് ഇവിടെ കിടന്ന് തലകുത്തി മറിയുന്നതും എല്ലാവരും. തമിഴ് ഫിലിം ഇൻഡസ്ട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസമാണ്. ഇപ്പോൾ ധനുഷ് വരെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ വന്നൊന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് രജനീകാന്ത് തോന്നും. കണ്ടോ? എല്ലാവർക്കും ഉണ്ടോ അത്? എല്ലാവരും. ഇവിടെ മോഹൻലാലിന് വരേണ്ട ഈ സാധനം രജനീകാന്ത് പറഞ്ഞ പിന്നെ ഞാൻ വേണം ഒന്നുകൂടെ ചെയ്യാം. എന്താ ചെയ്യുന്നറിയോ? ഇങ്ങനെ വെച്ചിട്ട് ഈ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തലയനക്കത്തില്ല, ഇങ്ങനെ ഒരു സാധനം ചെയ്യുക. അപ്പൊ ആക്ഷൻ എവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ എന്നിട്ട് പുള്ളി എങ്ങനെയാണ് കറക്കി ഇട്ടുകൊണ്ടിട്ട് അങ്ക പാറ് കണ്ണ, അങ്ക മാറാല കണ്ണ, അത് തൂത്തുവാര് കണ്ണ. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെയുള്ള കുറേ നമ്പർ കാണിക്കും. കൂളിംഗ് ഗ്ലാസ് കറക്കി വെക്കും, സിഗരറ്റ് എടുത്തെറിയും, ബീഡി എടുത്ത് തട്ടി എറിഞ്ഞിട്ട് തീപ്പെട്ടി ഒരു പ്രത്യേക കത്തിക്കും. പിന്നെ അത് ശരിക്കും പുള്ളിക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എളുപ്പമോ? ഇത് കണ്ടില്ല, ഇതൊക്കെ ചെയ്യാം. അന്ന് മൂൺ വാക്ക് നമ്മുടെ മൈക്കിൾ ജാക്സൺ ചെയ്ത പോലെയും ലാലേട്ടൻ ഇങ്ങനെ ചരിഞ്ഞെന്ന് എന്തോ ചെയ്തോ എന്തോ ആണോ എനിക്കറിയത്തില്ല. അയാളെന്താ ആ മീശ പിരിച്ചെന്ന്, അയ്യോ ഇതൊക്കെയാണ് അയാൾ ചെയ്തത്. അപ്പൊ ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഇവിടെ ചെയ്ത ചില കാര്യങ്ങൾ. അപ്പോൾ ഈ രജനീകാന്ത് ഇത് ചെയ്യുവാന്ന്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങ് ഹൈപ്പ് കൊടുത്തിട്ട് സിഗരറ്റ് എടുത്ത് എറിഞ്ഞാൽ തോക്കൊക്കെ വെച്ച് വെടി വെച്ച് അത് കത്തിച്ചിട്ട് വലിക്കുന്ന സീനൊക്കെ വരും. പിന്നെ മൊത്തം കത്തിപ്പരിപാടികൾ കുറേ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇയാളുടെ ഈ സ്റ്റൈലും പരിപാടിയും കാണാൻ ഭയങ്കര രസമാണ്. അതൊരു ഭയങ്കര സംഭവമാണ്. പുള്ളി എന്നാലും ഒരു ബസ് കണ്ടക്ടർ വേണ്ടായിരുന്നു. അല്ലാതെ മോഹൻലാലിനെ പോലെ മറ്റേ എല്ലാം തന്നെ ആളൊന്നും അല്ല. മറ്റേ ഹൈ ക്ലാസ് ഒന്നും അല്ല, മമ്മൂട്ടിയെ പോലെ അല്ല, ഒന്നുമല്ല. ഏറ്റവും സാധാരണക്കാരനായ ഒരു കണ്ടക്ടറും പിന്നെ മണിയെപ്പോലൊരു മറ്റേ ഓട്ടോ ഡ്രൈവർ വന്നപ്പോഴും വ്യത്യാസമൊക്കെ ഉണ്ടാക്കി ഇവിടെ. ഇവന്മാർ മറ്റൊരു ഭയങ്കര വലിയ ആൾക്കാരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. പിന്നെ പാരമ്പര്യമോ കുടുംബമോ ജാതിയോ എന്ത് നോക്കിയാലും. അപ്പോൾ ഇങ്ങനൊരു രജനീകാന്ത് കാണിച്ചത് കൊണ്ട് കുറേ എണ്ണം അയാൾ ഒറ്റയൊരുത്തം കാണാൻ ഈ പ്രശ്നം ബാധ്യത ഉണ്ടായിരുന്നു. ഉള്ള കാര്യം പറ്റും. ഈ മലയാളികളൊക്കെ ഇയാളെ കണ്ട് കൈയടിക്കുന്നതാണ് ഇവർക്ക് അങ്ങ് തോന്നിയെന്ന് ഇങ്ങനെ ചെയ്യണമെന്ന്. അവരെല്ലാം കൂടെ മാസ് കാണിക്കാൻ നോക്കുക, തമിഴിനെ ഇമിറ്റേറ്റ് ചെയ്യുക, ഡപ്പാങ്കൂത്ത് പാട്ട് കൊണ്ടുവരിക,
അതൊരു വലിയ പ്രശ്നമാണ്. രജനീകാന്തെ കൊണ്ടായ ഒരേ ഒരു പ്രശ്നമാണ്. പക്ഷെ പണ്ട് എനിക്ക് രജനീകാന്തിനെ നമുക്ക് ഇഷ്ടപ്പെടാതെ പോയതിനൊരു കാരണം ഉണ്ടോ, ഇവന്മാർ ഇവിടുത്തെ എഴുത്തുകാരും കുത്തുകാരും ഒക്കെ ഇവരുടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്ന് ആനയ്ക്കകത്തോ വല്ല സിനിമ മലയാളത്തിൽ എവിടെയൊക്കെ ഇരുന്നോ എന്തൊക്കെ പറഞ്ഞാലും പറയും കത്തിയാ ഇതെന്തോ ഇത് ഒരു പടത്തിൽ ഇങ്ങനെ ചെയ്തു കത്തി എറിഞ്ഞു അവൻ അങ്ങനെ ചത്തു, ഇതൊക്കെ ഭയങ്കര കളിയാക്കുന്ന പോലെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ പടത്തിനകത്ത് അത് മാത്രമല്ലല്ലോ ഉള്ളത്. ഈ രജനീകാന്ത് ഓരോ ഇമോഷൻസും കാണിക്കുന്നുണ്ട്. പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, കാമുകയോടൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ട് ഓരോ സംഭവങ്ങളുണ്ട്. ഭയങ്കര രസമാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇയാൾ ആക്ട് ചെയ്യുന്നുണ്ടെന്നേ. എത്ര എണ്ണം ഞാൻ എടുത്ത് കാണിച്ചെന്നറിയോ? അപ്പോൾ ഇതാരാ, പുഷ്പയോ? അപ്പോൾ ഉണ്ടല്ലോ പുഷ്പ ചേച്ചി. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കി ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതെല്ലാം പുള്ളി വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പല ക്യാരക്ടേഴ്സ് പുള്ളി എടുക്കുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്ന് അതുപോലെ കള്ളക്കടത്തോ പോലീസോ ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഇവന്മാരെന്ത് ചെയ്യുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ അണ്ണന്മാരാ വലിയ സംഭവം. ലോകത്തെ ഏറ്റവും വലിയ സംഭവം മലയാള നടന്മാരാണല്ലോ. ഇവിടെ നോക്കിയാൽ ഇവർക്ക് അങ്ങനെ അറിയത്തുള്ളൂ. ആരപ്പോ അത് ഇങ്ങോട്ടാ മോനെ ഇതിങ്ങനെ അത് വേണ്ട പോ, ആൾക്ക് കണ്ണനെ ഉണ്ട് ഓൾറെഡി. അത് ഞാൻ ഊരി വെച്ചിട്ട് താൻ വെക്കണ്ട കേട്ടോ, താൻ വെക്കല്ലേ. ഇവളങ്ങനെ പലതും പറയും. എന്നിട്ട് എന്തിനാണെന്നറിയോ, മനസ്സിലായോ? എടാ നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. മോഹൻലാൽ ഫാനല്ലേ നീ? അപ്പോൾ ഇതുപോലത്തെ പരിപാടികൾ കാണിച്ചിട്ട് ഇവിടുത്തെ ഈ സിനിമാക്കാരല്ലേ ഇവിടെ അടിച്ചത് ആദ്യമാണേ. എന്നിട്ട് എന്തോ ചെയ്തെന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളെ ഇമിറ്റേറ്റ് ചെയ്യോ, ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേ? ഇത് ഭയങ്കര കത്തിയ മോശ അതൊക്കെ അല്ല, ഇതാണ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന മൊത്തം അയാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പരിപാടികൾ കൂടുതൽ അങ്ങ് തമിഴ് ഒരു ഇൻഫ്ലുവൻസിങ് വരിക. പാലൊഴിക്കുന്ന സീൻ വരെ അയാൾക്ക് അവിടെ അമ്പലമുണ്ട്, ഫ്ലെക്സിൽ പാലൊഴിക്കുന്നു. ഈ സാധനമൊക്കെ പണ്ട് മറ്റേ നമ്മളിത് കണ്ടിട്ട് ഇവന്മാർ എന്തൊരു പൊട്ടന്മാരാണ്, ഇവന്മാർ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്താന്നൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കോടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയായിരുന്നു ഇത് കണ്ടിട്ട്. ഇതെന്താ ഇവിടെ നടക്കണം, ഇത് ആരാന്നും ആലോചിച്ച് പോയി. ലിറ്റർ പാല് അത് വേറൊരു സത്യം. അത് മറ്റേ ഒരു തമിഴ് ഡയറക്ടർ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അയാൾ ഒരു പൊളിറ്റീഷ്യനും കൂടിയാണ്, സീമാൻ എന്നാണ് മറ്റേ അയാളുടെ പേര്. അയാൾ പറഞ്ഞാൽ ഇങ്ങനെ ഈ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് പാല് കൊണ്ടുപോയി ഒഴിച്ച് കളയും, എന്നിട്ട് മൂത്രം കുടിക്കുമെന്ന്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് പാല് കൊണ്ടുപോയി ഒഴിച്ച് കളഞ്ഞിട്ട് മൂത്രം കുടിക്കും. ലോകത്ത് വേറെ ഒരിടത്തും ഇത് സംഭവിക്കുന്നില്ല. ഇനി വേറെ കാര്യം പറയട്ടെ, മോഹൻലാലിന്റെ സിനിമ എടുക്കുക ഡയറക്ടർ. മോഹൻലാല് ഡയറക്ടറായിട്ട് വരാൻ പോകുന്നു. പക്ഷെ അതിനകത്ത് മോഹൻലാൽ ഒരു പാട്ട് പാടുന്നുണ്ട്. മോഹൻലാൽ പാട്ട് പാടുന്ന പാട്ട് പാടിയ കുഴപ്പം, പാട്ട് പാടാൻ അറിയാൻ പാടില്ലാത്തവർ എത്ര ആർക്കും പാടണ്ടേ? അല്ലെങ്കിൽ എന്താണ് പാട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ. അത് അവര് വല്ല കക്കൂസിലൊക്കെ ഇരുന്ന് പാടിയിരുന്നേ കുഴപ്പമില്ല. പാട്ട് പാടുന്നതിന് കുഴപ്പമില്ല ചിത്ര. ഞാൻ പാട്ടുകാരനാണെന്ന് പറയരുത്, മനസ്സിലാവുണ്ടോ? അതതിനകത്തെ പ്രശ്നം. അല്ല ഇയാള് വേണമെങ്കിൽ പാടിക്കോട്ടെ എന്ന്, അതിന് നമുക്കങ്ങനെ എതിരഭിപ്രായമൊന്നുമില്ല. ഉണ്ടല്ലോ പാട്ടുകാരനാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഭയങ്കര ഇതായിട്ടൊന്നല്ലായിരിക്കും ചിലപ്പോ പാടുന്നത്, പക്ഷെ ഞാൻ പാട്ടുകാരിയാണെന്ന് പറയാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ബാക്കി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പാടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ മുമ്പിൽ നമ്മൾ ഒന്നും അല്ലാന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ എന്നാലും എനിക്ക് പാട്ട് പാടുന്നു പറയാനും അല്ലെങ്കിൽ പാട്ട് പാടാനും ഇത് പാടിയിട്ട് നിർത്താം. ഞങ്ങൾക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ പിന്നെ അല്ല ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് നമുക്ക് പ്രതീക്ഷയ്ക്കൊരു സാധ്യത എന്നെ സംബന്ധിച്ച് ഒരു തുള്ളി പോലും കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇയാളുടെ കൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല, ഇയാൾ സമ്മതിക്കത്തില്ല പലതും. ഈ അസോസിയേറ്റ് ഉണ്ടെങ്കിൽ അസോസിയേറ്റിൻ്റെ ഗതികേടായിരിക്കും. അവൻ പറയുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. പുള്ളി തിരുത്തും, പുള്ളി സ്ക്രിപ്റ്റ് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ ഇറങ്ങിപ്പോയി, ആള് പോയി. പോട്ടെ എന്തിനാണ് ഇതൊക്കെ ചുമ്മാ. എന്നാലും നാളെ പാട്ടിലേക്ക് വരും. ഏത് പാട്ടാണ് പാടുന്നത്? എനിക്കറിയാവുന്ന ഒരു പാട്ടുണ്ട്, അതല്ല ഏതോ ഞങ്ങൾ പുറകെ ചുമ്മാ പാടും. നീ അങ്ങ് പാടിക്കൂ, ഇതൊന്നും പാടിക്കേ. അതപ്പോ നമ്മൾ കൂടെ പാടും. ഞങ്ങൾ വെറുതെ സൈഡിൽ നിന്ന് ഇങ്ങനെ
ഇതോ വാർമൂക്കിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഇതോർമകളായി നീലാവിൻ മുത്തേ നീ വന്നു, ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലേതോർമകളായി നീലാവിൻ മുത്തേ നീ വന്നു. അതൊന്നും എനിക്കറിയാം. നൈസ്. അത് കുഴപ്പമില്ല. നല്ല അടിപൊളി പാട്ടുകാരിയാ. ഇവിടെ മ്യൂസിക് കമ്പോസ് ചെയ്യുവന്നേ, എന്നിട്ട് ആൽബം ഇറക്കും ഓണത്തിനൊക്കെ പിള്ളേർ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആൽബം ചെയ്തോ? ഏതാണ്? അതൊരു ഓണപ്പാട്ട. ഓണപ്പാട്ടാ മെയിൻ. ഓണത്തിന് മാത്രം പരിപാടി കിട്ടാറുണ്ട്. ആകെ എനിക്ക് തരുന്നത് ജേക്കബ് സാറിനെ ഞാൻ ഈ അവസരത്തിൽ ഭരിക്കുന്നു. ആരത്? അത് ഞാൻ പണ്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയിലെ ആളാണ്. എന്ത് കമ്പനിയാ? ഞാൻ കൈറോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ഈ കൈറോസ്? എടാ അത് ബ്രാൻഡിങ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലേ പറയാം. നീ എന്തോ എവിടെയാന്ന് വന്ന അത് മറ്റേ അയ്യോ അല്ലടാ, കൈറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഏവിയേഷൻ അതിനകത്തുള്ള പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുമോ നിനക്ക് വേണ്ടിട്ട്? എനിക്ക് വേണ്ടിട്ടല്ല, അവർക്ക് ഓരോ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് എന്താ വീഡിയോ എടുക്കുന്നതിന്റെ കൂട്ടത്തില് അവരിങ്ങനെ ഒരു പാട്ടും കൂടെ ഇറക്കി അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് യൂട്യൂബിലിടും. അങ്ങനെ അപ്പൊ അത് നീയാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. അത് 2 വർഷം ഞാൻ ഇത് ഇനിയിപ്പോ അടുത്ത വർഷം എന്താന്ന് ലിറിക്സ് ഒക്കെ ആരാ ചെയ്യുന്നത്? അത് നമ്മള് വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് പാടുകയും ചെയ്യും അല്ലേ? അത് വേറെ ആരുള്ളതുകൊണ്ട് പാടുന്നു. ഒമറിന്റെ പടത്തിൽ പാടിയിട്ടുണ്ടോ? ആ പാടിയിട്ടുണ്ട്. ഞാനതൊക്കെ അറിഞ്ഞാന്ന്. അറിഞ്ഞില്ലേ? പുതിയ പടത്തിൽ പാടി? പുതിയ ഇല്ല പുതിയ പടത്തിൽ പാടിയിട്ടില്ല. ഒമറിന്റെ ഭയങ്കര കൂട്ടുകാരാണ്. അടുത്ത പടം ഏതാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി. എന്തൊക്കെയോ എന്റെ പടമൊന്നുമില്ല. ഈ കഴിഞ്ഞ ഒമറിന്റെ പരിപാടിക്ക് പോയെന്ന് പറഞ്ഞു. അത് മറ്റേ ബാഡ് ബോയ്സിന്റെ ഒരു ചെറിയൊരു ഡബിങ് പരിപാടി. ഡബ് ചെയ്യും അല്ലേ? ഡബ്ബർ സിംഗർ, മ്യൂസിക് ഡയറക്ടർ, ആക്ടർ, ആങ്കർ, ആംഗ്രി ഡ്രൈവർ, ആംഗ്രി ഡ്രൈവർ. പക്ഷെ ചിത്ര ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാ. എടാ ചിത്ര ഡ്രൈവർ ചിത്ര. ഞാൻ സാധാരണഗതിയിൽ ഞാൻ സ്ത്രീകളുടെ കൂടെ അത് സാധാരണഗതിയിൽ അങ്ങനെ കാണാറില്ല. ഭയങ്കര കിടന്ന് സ്ട്രഗിൾ ചെയ്യണ കാണാൻ പറ്റും. വണ്ടി എടുത്തുകൊണ്ട് പെണ്ണുങ്ങളിങ്ങനെ വണ്ടി വെച്ചിട്ട്, എല്ലാവരും അല്ല, ഭൂരിഭാഗം സ്ത്രീകളും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമഡി ആയിരിക്കും. റോട്ടിൽ കിടന്ന് പല അഭ്യാസം കാണിക്കുന്നതാണ്. പക്ഷെ ചിത്ര ഈസ് ഗുഡ് അറ്റ് ഡ്രൈവിങ്. വണ്ടി എടുത്തുകൊണ്ട് പോണതും പരിപാടികളൊക്കെ നല്ല കൺട്രോളിലാണ് പോണത്. വണ്ടിയിൽ നല്ല കൺട്രോളുണ്ട്, മനസ്സിലായോ? നല്ല കൺട്രോളുണ്ട് ചിത്രയ്ക്ക് വണ്ടി. അത് ഞാൻ കേട്ടു. ഞാനേ ഈ ചിത്ര വണ്ടി എടുക്കുന്ന പഠിക്കുന്ന ഒരു സമയത്ത് എനിക്ക് അറിയാം. അപ്പൊ ചിത്ര പറയുന്നേക്ക് ഒരു പ്രാവശ്യം അധികം എടുത്തുണ്ടെങ്കിൽ ഇറങ്ങി വന്നേക്കോ ഒരു ദിവസം വണ്ടിയായിട്ട്. അപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരാഴ്ച എൻ്റെ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇത് വണ്ടി എടുത്ത സംഭവത്തിൽ പറഞ്ഞു ഒന്ന് കൈ തെളിയണമെന്ന് പറഞ്ഞ് കണ്ട ആള് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരിടത്ത് കാറും ഒക്കെ ആയിട്ട് വന്നേക്കുക. അത് വന്നു എന്നോട് കയറിക്കോ, ഒന്ന് കയറിയിരിക്കുക, എനിക്ക് ഇച്ചിരി ഒരു ധൈര്യത്തിന് അങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ചു തരാമെന്നൊക്കെ ഉള്ള രീതി പറയുക. ഞാൻ എൻ്റെ വണ്ടിയോടെ സൈഡാക്കിയിട്ട് ഞാൻ ചാടി കയറി. ഇതൊക്കെ കാണണമല്ലോ. അന്ന് ഞാൻ വീഡിയോ എടുത്തു തന്നെ ഞാനാ. ഇവിടെ ആദ്യമായിട്ട് കറങ്ങുന്ന ഈ വണ്ടി ഇരുന്നുകൊണ്ട് ഓടിക്കുന്ന സീനൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പുള്ളി പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. എടാ ഇതങ്ങോട്ട് കയറിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ പുള്ളി ഓടിച്ച് വളരെ കൂളായിട്ട്. ചിത്രയ്ക്ക് കുറച്ച് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറച്ച് കൂടുതലാന്ന് എനിക്ക് തോന്നണത്. അല്ലാതെ എങ്ങനെയാണോ ഇങ്ങനെ? ഞാൻ നോക്കിയപ്പോൾ റിവേഴ്സൊക്കെ നിങ്ങൾ ഇങ്ങനെ പോണു. ഇത് ഈ ആദ്യം തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഓടിക്കൽ കാണണം. ഞാൻ ഓവർടേക്ക് ഇതൊക്കെ പാഞ്ഞു പോവാ പുള്ളി, മുട്ട സീൻ. എന്നിട്ട് എന്നെ കൊണ്ട് അവിടെ ചവിട്ടി ഇറക്കിയിട്ട് അവിടെ നിന്ന് കറങ്ങി
പെട്ടെന്ന് റോഡിലോട്ടൊക്കെ ഇറങ്ങി അങ്ങ് പോയി. ഞാൻ പിന്നെ കൂടെ നടന്ന് കുറച്ചൊരു വീഡിയോ എടുത്തു. അപ്പുറത്തെ വണ്ടിയെ കൂടി ഇങ്ങനെ പോകുന്നു, നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകുന്ന സീനൊക്കെ. അതെവിടാ ഇവിടെ പേട്ട ഭാഗത്തോടെ ഞാൻ ഇവളിങ്ങനെ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പോസൊക്കെ ചെയ്ത് ഇതൊക്കെ കാണിച്ചു പോകും. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഞാൻ പിന്നെ കുറച്ചേരം ഫോളോ ചെയ്തു, ഇത് സൈഡിൽ കൂടെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് അയച്ചിട്ട് ഞാൻ എന്റെ ഇത് തിരിച്ചു പോകും. ഞാൻ ഇറക്കി കഴിഞ്ഞിട്ട് ഇവൻ എന്താന്ന് വെച്ചാ പുറകെ വന്ന് ഞാൻ അവിടെ എത്തുന്നു അതിന്റെ ഇടയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലൊന്ന് അത് ഓർത്തിട്ട് ഞാൻ അഭിമാനിക്കുന്നതാ കുട്ടാ അതിനെ പറ്റി. ഇതിപ്പോ ഞാൻ കയറി ഇരുന്നല്ലേ, ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി പോയിട്ട് അവിടെ ഞാൻ തട്ടി കഴിഞ്ഞാലേ അതുകൊണ്ടല്ല. ഓ ഞാൻ ഓർത്ത് എന്താ, എനിക്ക് ഭയങ്കര സ്നേഹമുള്ള ആളാ, അറിയാലോ. അപ്പോ ഇങ്ങനെയാണ് പുള്ളിയുടെ പരിപാടി. പിന്നെ കാണുന്നത് ഇതുവഴിയൊക്കെ പറന്നു വരുന്ന കാണുന്നത്. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ കാണാം ഇത് ചിത്രയല്ലേ പോകുന്നതെന്ന് പറയണേ. ഈ കാര്യം ദേ പോകുന്നത് ചിത്രയെന്ന് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നറിയാം. നീ പലയിടത്തോടെ പോകുന്നത്, നീ ഇതുവഴിയൊക്കെ കറങ്ങി വരുമ്പോ ആ കാണരുത്. കലൂര് സ്റ്റേഡിയത്തിന്റെ അവിടെ വെച്ച് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ബാക്കിൽ കൂടെ വന്ന് ഹോൺ അടിക്കുന്നു രണ്ടെണ്ണം കൂടെ. ഇയാൾ എന്നിട്ട് തിരുവനന്തപുരത്തൊക്കെ പോയത് ഇതങ്ങ് പോവാ. സിറ്റി കിടക്കുന്ന വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കാലിഫോർണിയ വരെ എത്താൻ പറ്റും. എവിടെ വേണമെങ്കിലും, ലോകത്ത് എവിടെ വേണമെങ്കിലും വണ്ടി ഓടിക്കാൻ. വണ്ടി ഓടിക്കലെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇവിടെ കിടന്ന് വണ്ടി ഓടിച്ച് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എവിടെ വേണേലും പോവാം, വണ്ടി മുട്ടാതെ. ഒരു പ്രത്യേക രീതിയിൽ അത് ആർക്കും അറിയില്ല. അതെ, അതായത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെറിയൊരു ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല, അറിയാമോ? അല്ല അതെങ്ങനെയാന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഈ വണ്ടി ഇങ്ങനെ കയറിയിട്ട് പിന്നെ ചെറിയൊരു കൊച്ചു കുഴിയുണ്ട്, കൊച്ചു കുഴി, അതിനകത്തോട്ട് ഇറക്കി ഓടിച്ചോണ്ടുന്ന അതിനകത്തോട്ടൊക്കെ ഇറക്കി. അപ്പൊ ലോക്കായി അവിടെ, ഇറങ്ങിപ്പോരുല്ലോ, പുറകോട്ട് പോരുല്ലോ. വണ്ടിക്കല്ലേ എനിക്ക് മനസ്സിലായി അവിടെ ഒരു കുഴിയുണ്ട്. ആ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറക്കി കിട്ടും. അതുകൊള്ളു, അങ്ങനെയൊക്കെ ചെയ്യോടോ. അത്രയും മതി, ഇത്രയും പൊക്കി പറഞ്ഞാ മതിയോ? അതായത് ഇപ്പൊ ഒരു ആങ്കറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സീനാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇതുവരെ നിന്നെ ആങ്കർ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യും, അങ്ങനെ ആങ്കറിനെ മാത്രം ഇന്റർവ്യൂ ചെയ്യാതെ വിട്ടാൽ ശരിയാത്തില്ല. ഇനി ആങ്കറുകൾ ആർക്കെങ്കിലും ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശം നേരത്തെ നമ്മൾ പക്ഷേ ഒരു ആങ്കറിനെ വണ്ടിക്കകത്തിട്ട് ഇന്റർവ്യൂ ചെയ്താണ് ആമിന. പേടിച്ചു പോയി. എന്താ നേരത്തെ ഞങ്ങൾ വണ്ടിയിലിട്ട് ആങ്കറിനെ എടാ നമ്മുടെ അയ്യോ കണ്ടന്റ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞപ്പോ ഓന്ന് വെച്ച ആളായി പറയുന്നത്. നമ്മളാരും ഇങ്ങനൊന്നും പറഞ്ഞില്ല ഇത്ര നേരമായിട്ട്. വേറെന്താ പറയാനുള്ളത്? ഇയാളെ പറ്റി എന്താ പറയാനുള്ളത്? തന്നെ പറ്റി? എന്നെ പറ്റി മ്യൂസിക് ജിമ്മിൽ പോകുന്നുണ്ട്, സൂംബയ്ക്ക് പോകുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മർ, ആങ്കർ, ഡ്രൈവർ, ഡബ്ബർ. ഇതെന്നെ ഊക്കുവാണോടാ? അങ്ങനെയല്ല, അങ്ങനെ നിന്റെ അടുത്ത് വരുന്നവരെല്ലാം നീ ഊക്കുവാണോ? അതുകൊണ്ട് ഞങ്ങള് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ആ ചിത്രയെ പറ്റി അധികം പേർക്ക് അറിയത്തില്ല. ചിത്ര ഇതൊന്നും ഇടാൻ പറ്റും. ചിത്രക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഊരിടുന്ന പരിപാടി അത് കണ്ടോ? ഇത് ഇവിടെ ഇരിക്കുന്ന ആകെയുള്ള ഒരു സാധനം എന്റെ ഉള്ള ടോയ് ഇതാ കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് ഇടണം. അത് സിമ്പിൾ അല്ലേ? അതെ, ഞാനിവിടെ വരുന്നവർക്ക് എല്ലാം കൊടുക്കും. ഞാനിത് ഇട്ടേ ഉള്ളൂ, ഞാൻ അവിടെ പോയി ഇട്ടിട്ടെ. ഞാൻ അങ്ങോട്ട് അങ്ങനെ ഇടാനാണ് എളുപ്പമാണ്. ഞാൻ കാണിച്ചു അവിടെ നോക്കിട്ട്. ഇത് കുറച്ച് ദിവസം കണ്ട് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം ഇടാൻ, പക്ഷെ അതുവരെ ഭയങ്കര രസമാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ എടുത്തിടാമെങ്കിൽ എന്താ പറയാ അതൊരു രസമാണ് കുറച്ചു നേരത്തേക്ക്. മനസ്സിലായോ? കണ്ടോണ്ടിരിക്കാനൊക്കെ പാടില്ല. വീണ് കണ്ടോ? അതാണ് പറയുന്നത്. ചിലപ്പോ ഉണ്ടല്ലോ വേറെ പലരും ഇടുന്നതിനേക്കാളും പെട്ടെന്ന് ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം വണ്ടി ഓടിച്ച് ആളല്ലേ, പെട്ടെന്ന് ഡ്രൈവിംഗ് പറഞ്ഞു എന്റെ കഴിവ് മൊത്തം നശിച്ചു. അങ്ങനെ അല്ലടി അത്.
നീ ഇതൊന്നും ഈ കാണിക്കുന്ന അങ്ങനെ ഒന്നും വീഴത്തില്ല. മതി ക്ഷമിച്ചേക്ക്. ഇത് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഒരു കണ്ണ് ഫോണൊക്കെ താഴെ 2 പ്രാവശ്യം ഇന്ന് ഇത് പിടി ഇരിക്കുന്നത് ഞാൻ കാണിക്കും. ഇതുണ്ടല്ലോ, ഇതിനകത്ത് ഈ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല. ഇതുണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആട്ടി അങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങനെ ഇവിടെ വെറുതെ പിടിച്ചാൽ തന്നെ വരും. അതിനകത്ത് വന്ന് വീണോളൂ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്യാറില്ലാത്തതുകൊണ്ടാട്ടോ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്യത്തുള്ളൂ. സമ്മാനം ഒരു USB തരായിട്ട. അയ്യോ അതെ, ചിലരിട്ട് പ്രാന്ത് പിടിക്കും, ചിലർക്ക് ഇട്ടിട്ട് മതിയടി. പിന്നെ എപ്പോഴും നമുക്ക് സാവധാനം എടാ അങ്ങനെ പറയല്ലോ. ഇത് വിടത്തില്ലേ ഇനി? അത് ചെയ്യുന്നത് ശരിയല്ലാത്തോണ്ടാ വീഴാത്ത. പ്രശ്നമായി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഭയങ്കര സാധനം. ഇവിടെ ഇത് വേണ്ടി ഞാൻ വെറുതെ എടുത്ത ഇത് കണ്ട. ഇത് ആദ്യമായിട്ട് കാണുവാണ് ഈ പറഞ്ഞ പോലെ. ഇതെല്ലാം നമ്മൾ ഡ്രൈവിങ്ങിനൊക്കെ പറ്റി പറഞ്ഞപ്പോ ചിലപ്പോ ചിലർക്ക് സംശയം തോന്നും. നിന്റെ കഴിവിന്റെ അല്ല, നീ അങ്ങനത്തെ ഒരു സാധനം. നിനക്ക് പെട്ടെന്നല്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നീ ഓടിയും ചാടും ഒക്കെ ചെയ്യത്തില്ലേ, മരത്തെ കയറത്തില്ലേ? അതൊക്കെയാണ് അതിന്റെ കാരണങ്ങള്. ചിലർക്ക് ഇത് ഭയങ്കര താമസം. ഇത് ആദ്യമായിട്ട് കിട്ടുന്നവര് ഇതിടുന്ന ടൈം നോക്കിയാൽ അറിയാം ഇവര് വണ്ടി ഓടിക്കുവോ, ഇവര് വേറെ പിന്നില്ലേ ഇത്രയും സ്റ്റിക്കർ ഒട്ടിക്കുവോ. ഞങ്ങള് ചുമ്മാ വലിച്ചു കയറി ചുമ്മാ ഇതിനെ ഒട്ടിച്ച് തകർത്ത് കളഞ്ഞു, നിറച്ചു കളഞ്ഞു, വെറുതെ എന്തൊക്കെയാണ്. എനിക്കതങ്ങനെ വലിയ ടാസ്ക് ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളതല്ല. ഞാൻ ഈ സാധനം കണ്ടപ്പോൾ ഇതുപോലത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട്. നമുക്കിപ്പോ വില്ലേജ് ചില കളിക്കാൻ ടോയ്സ് ഒക്കെ ഇട്ട് ഇതുപോലത്തെ ഒത്തിരി ടോയ്സ് ഉണ്ട്. ഇങ്ങനെ എടുത്ത് പിടിച്ച് എറിഞ്ഞ് പിടിക്കുക, എറിഞ്ഞ് ഇങ്ങനെ അമ്മാനം നടത്തില്ലേ 2 എണ്ണം ഇട്ട്. അത് നിനക്ക് ചെയ്യാൻ പറ്റും. നീ അത് കുറച്ചിരുന്ന് നിനക്ക് പറ്റും. നീ അധികം സമയം എടുത്തില്ല. ഇത് ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും ഈ സാധനം വെച്ച്. ഇത് ഞാൻ ഇനി വേറെ ഒത്തിരി പേരെ കാണിക്കുക ഇതുപോലത്തെ. നമ്മൾ ഇനി ഇവിടെ വരുന്നവരെല്ലാം ഈ സംഭവം എടുത്ത് കൈ കൊടുക്കും. എത്ര മിനിറ്റ് കൊണ്ട് എടുക്കുമെന്ന് നോക്കുക. ഓരോ വീഡിയോക്കകത്ത് ഇങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു, എല്ലാം കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഈ സാധനം മേടിച്ചപ്പോഴും എനിക്ക് ഇത് തന്നെ കിട്ടിയുള്ളൂ. പെട്ടെന്ന് വീണു. പിന്നെ എപ്പോഴും വീഴത്തൊന്നുമില്ല. അത് അങ്ങനത്തെ ഒരു സാധനം അല്ലത്. പിന്നെ കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞ് വീണ് നമുക്ക് സ്ഥിരമായിട്ട് വീഴാൻ തുടങ്ങി. വീണ് കഴിഞ്ഞാൽ നമ്മൾ 3 എണ്ണത്തിൽ ഇടാനൊക്കെ പറയുന്ന ഇതൊക്കെ ചലഞ്ചൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ, 3 ഇടയ്ക്ക് വീഴും, 3 എണ്ണം ചിലപ്പോൾ വീഴും കേട്ടോ. അത് വീണില്ല. ഞാൻ വീഴുമെന്ന് വിചാരിച്ച് പറഞ്ഞാ, നടന്നില്ല. ഇങ്ങനെയൊക്കെ കണ്ട് നടന്നൊക്കെ വീഴും. അത് കുറച്ച് നാളെ നടക്കുമായിരിക്കും. പക്ഷെ ആദ്യമേ വന്ന പാടൊക്കെ ഇരിക്കാൻ ഇച്ചിരി പണിയാണ്. നല്ലൊരു സാധനം, നല്ല കുഞ്ഞിറ്റോയി ആണല്ലോ. നമുക്ക് ഇടയ്ക്ക് ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫണ്ണാണ്. പിന്നെ മണ്ടയ്ക്ക് ഒരു പട്ടി ഉണ്ട്, അതിനെ കൊണ്ടുവരട്ടെ. പട്ടി ഇഷ്ടമാണോ? എനിക്ക് പേടിയാണ്. നിന്റെ വീട്ടിൽ പട്ടി ഉണ്ടല്ലോ? ഞാൻ അതുമായിട്ട് വലിയ സമ്പർക്കമില്ല. ഒരു പട്ടിയെ വളർത്തുമ്പോൾ അതിനോട് സമ്പർക്കം വേണം. പട്ടിയായിട്ട് എനിക്ക് സമ്പർക്കം പുലർത്താൻ പറ്റുന്നില്ല. എനിക്ക് മനുഷ്യരായിട്ട് ഇപ്പൊ പറ്റുന്നില്ല. ഓഹോ, പുതിയ അറിവാണ്. മനുഷ്യരായിട്ട് എനിക്കിപ്പോ സഹവാസം പറ്റുന്നില്ല, കുറവാണ്. മനുഷ്യനായിട്ടുള്ള സഹവാസം കുറഞ്ഞപ്പോൾ ഇവിടെ എത്തിയത്. ഇതുവരെ ഇവിടെ വന്നിട്ടുള്ള ആളല്ല. ഈ പരിപാടിക്കൊന്നും ചിത്രം പിടിക്കത്തില്ല. ചിത്രം ആങ്കരൊക്കെ ഭയങ്കര പരിപാടിയൊക്കെ ആയിട്ട് നടക്കുക, നീറ്റായിട്ട് പരിപാടിയൊക്കെ. പക്ഷെ നീ ഇതുപോലത്തെ ഒരു സാധനത്തിനകത്ത് വരുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി മനുഷ്യരായിട്ടുള്ള സമ്പർക്കം അടുത്തിട്ടാണ് വന്നേക്കുന്നത്. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. അതുകൊണ്ടാണ് ഞങ്ങള് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതൊക്കെ മാറും, എല്ലാം നമ്മൾ ശരിയാക്കും. കണ്ടോ, അതാണ് നമ്മുടെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ലിസ്ണർ ഇനി കൗൺസിലിംഗ് ആണ്, കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കൗൺസിലേഴ്സ് ഒക്കെ കേരളത്തിലുള്ള, അതുമെല്ലാം നമ്മുടെ ആൾക്കാരുണ്ട്. പിന്നെ ഇനി എന്താ പറയാ, എന്ത് പ്രശ്നമാണ് നമുക്ക് പരിഹരിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയാണിത്. അങ്ങനെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ അറിയിച്ചാൽ മതി. ചിലപ്പോൾ നമ്മളെ കൊണ്ട് പരിഹാരം പറ്റും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഒരു കുറേ ആയി ഇങ്ങനത്തെ സൊല്യൂഷൻസ് കൊടുക്കുന്നു. പലതും നടക്കും. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതുവരെ എന്നെ പരിചയപ്പെട്ടിട്ട് തോന്നിയിട്ടുണ്ട്. എവിടെയാ തോന്നി? ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. നമ്മൾ പെട്ടെന്ന് കാര്യം എടാ, അന്ന് തന്നെ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കയറി. അന്ന് ഇവിടെ ഇല്ല. നമുക്ക് അതായത് നമ്മൾ വലിയൊരു പ്രശ്നമായിട്ടായിരിക്കും പറയുന്നത്. ഇപ്പൊ ഞാനെടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇതങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് എന്തോ ഒരു വലിയൊരു സാധനമാണത്. പക്ഷെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോ ഇവനത് ഭയങ്കരമായിട്ട് ഒന്നും അല്ലാതെ പറയും, നിസ്സാരവൽക്കരിക്കുക. അപ്പൊ എനിക്ക് ആദ്യമേ ദേഷ്യം വരും. അത്
ഇവരെന്താണ് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഞാൻ പക്ഷെ മൂളി കേൾക്കുമായിരിക്കും, പക്ഷെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു ഇവരെന്താണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുറച്ച് സമയമില്ലേ, ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എനിക്ക് മനസ്സിലാവും ഇവൻ പറഞ്ഞത് കറക്റ്റാ. അതായത് ആ സാധനം അത്ര ഉണ്ടായിരുന്നു, ആ സാധനം അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേനും ശരിയാ ഇവൻ പറഞ്ഞത് കറക്റ്റാ. പക്ഷെ അന്നേരം എന്താണെന്നറിയാമോ, അത് എനിക്ക് തോന്നണത് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമ്മൾ പറയുന്നൊരു കാര്യം അത് ഒരാൾ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ തന്നെ ആ സാധനം എടുക്കണം. അതായത് ഓ അങ്ങനെയായിരുന്നോ എന്നുള്ള രീതിയിലെടുത്ത് നമ്മുടെ അടുത്ത് അങ്ങനെ കാമൻ കൂളാക്കി കൊണ്ടുവന്നാൽ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ നേരെ മറിച്ചിട്ട് അവരോട് ദേഷ്യപ്പെടുകയെന്ന് വിചാരിക്കും. അല്ല നീ ദേഷ്യപ്പെടുന്നല്ല ഞാൻ പറഞ്ഞത്, നീ അതിനെ നീ പറയണത് വേറെ രീതിയില്ല, ഞാൻ പറയണത് ഭയങ്കര നീ ലൈറ്റായിട്ടാ പറയുള്ളൂ. നീ അതിനെ ഭയങ്കര ഒരു ലഘൂകരിച്ചവൻ പറയും, അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത രീതിയിൽ ഇവനത് കറക്റ്റ് ആ റിയാലിറ്റിയിൽ നിന്നിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം കേട്ട് കഴിയുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ഹൈപ്പറായിട്ടാ. അപ്പൊ എനിക്ക് ഇതെന്തോ വലിയ മറ്റേ മലയുടെ പൊക്കത്തൊരു കല്ലെടുത്ത് വെച്ച ഒരു സാധനമാണ് എനിക്ക്. ഇവന്റെ മുമ്പിൽ ആ കല്ല് മാത്രമേ കാണുന്നുള്ളൂ. ഇമോഷണലി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നില്ല, ആ സാധനം പുള്ളി ഇമോഷണലി എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും സ്ട്രെയിറ്റ് പരിപാടിയാണ്. അപ്പോൾ നമുക്കിത് ഒരു വിഷയം സോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെറുതെ നമ്മുടെ മറ്റേ ഫീലിങ്സും ഇമോഷൻസും അവരെന്ത് വിചാരിക്കും, മറ്റവർക്ക് വിഷമാവും, അങ്ങനെ ഒരു സാധനമില്ല. നേരെ കാര്യം പറഞ്ഞു പോവാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് എളുപ്പമാവുന്നത്. എന്തെങ്കിലും തരത്തിൽ ലീഗൽ ഇഷ്യൂ ആണ്, നമ്മൾ എന്താ ചെയ്യുന്നത് അപ്പം തന്നെ ആ വഴിക്ക് അങ്ങോട്ട് മാറ്റുക. അല്ലാതെ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇതിന് പിന്നെ സൊല്യൂഷൻ അല്ലാതെയാണ് ആവശ്യം, നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇടനിലക്കാർ സംസാരിക്കുന്ന സാധനമുണ്ട്. ഇതിന് ഇടയ്ക്ക് എന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ അന്ന് ആ ഹോട്ടലിൽ ചെന്ന് കയറിയപ്പോൾ അത് കേസാവേണ്ട വിഷയമാണ്. പോലീസ് വരേണ്ടി വന്നേനെ അവിടെ. ഞങ്ങളുണ്ടല്ലോ ഒരു മണിക്കൂർ കൊണ്ട് അവിടുത്തെ സംഭവം ക്ലിയർ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് അയാൾ വേണമെങ്കിൽ കാശും മേടിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കളയും. പിന്നെ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് കുറെ ഉണ്ട് ഇങ്ങനത്തെ. എനിക്ക് ഇപ്പത്തെ ഇത് കണ്ടാ അറിയാം കറക്റ്റ് എന്താ അത് സോർട്ട് ചെയ്ത് കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് അറിയാം. എനിക്കെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അറിയില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ആ പീക്കിലെത്തി കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് ഞാൻ കൂളായി കഴിഞ്ഞാൽ എനിക്കത് തന്നെ സോൾവ് ചെയ്യാൻ എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഞാൻ ചിലപ്പോൾ ഡെന്നീസിനോട് ചോദിച്ചെന്നിരിക്കും, അജുവിൻ്റെ അടുത്ത്. എൻ്റെ ഉള്ളിലൊരു തീരുമാനം ഉണ്ടാവും. മിക്ക പെണ്ണുങ്ങൾക്കും അത് തന്നെയാണ്, ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ആരാണോ അത് കറക്റ്റായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അത് മാത്രമേ എടുക്കുള്ളൂ ആദ്യം. അത് മൊത്തത്തിൽ അത് മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് അറിയില്ല ലോജിക്കലായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ബേസിക്. നമ്മൾ തീരുമാനിച്ചു വെച്ച കാര്യം സ്ത്രീകൾ മാത്രമൊന്നുമല്ല, മനുഷ്യർ പൊതുവിൽ അങ്ങനെയാണ്. നമ്മളൊരു കാര്യം ചിന്തിച്ച് ധരിച്ചു വെച്ചിട്ടുണ്ട്, അതിന് വിരുദ്ധമായിട്ടുള്ള മറുപടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കുറച്ച് ഓപ്പണായിട്ട് നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലാണ് ഈ സാധനമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തേക്ക് ആൾ പറയുന്നതിനകത്ത് എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഓക്കെ. അതായത് ഇപ്പം താൻ എന്തൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. താൻ 4 പേരോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ആര് പറയുന്നത് ശരിയെന്ന് മനസ്സിലായി. ഇതിനകത്ത് കുറച്ചും കൂടി ഇൻപുട്ട് കൊടുത്ത ആരാണ് നമ്മൾ നോക്കേണ്ടത്. അയ്യോ അതല്ല ഇതല്ല മറ്റല്ല മറിച്ചതല്ല. പിന്നെ ഇതിനകത്ത് ഒരു നമ്മൾ എന്താ പറയണ്ട ആവശ്യമില്ലാത്ത കുറേ എന്താ പറയണ്ട കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ ഇമോഷൻ അതിനകത്ത് കൂടുതൽ ഇമോഷന് നമ്മൾ ഫോക്കസ് ചെയ്യുമോ അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ ആവുമോ ഒക്കെ ചെയ്യുന്നിടത്ത് പ്രശ്നമുണ്ട്. ഇത് വേണ്ടെന്നല്ല, നമ്മൾ കുറച്ചൊക്കെ എമ്പത്തറ്റിക് ആവണം. പക്ഷേ ഇതിനകത്ത് നമുക്ക് പറയേണ്ട അല്ലെങ്കിൽ നടന്ന സംഭവമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവത്തിലെ പ്രശ്നമാണ് കണ്ടെത്തണ്ടേ. മനസ്സിലായി ഇവിടെ എന്തുകൊണ്ട് ഈ ആൾക്ക് ഈ പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ വണ്ടി കേടായി നിൽക്കുന്ന ഒരാൾ പറയുവാണ് എനിക്കിവിടെ എത്തണം, എനിക്ക് എത്തേണ്ടതാണെന്ന് എനിക്ക് പറ്റുന്നില്ല, ഇവിടെ വണ്ടി മറ്റിതില്ല, ടാക്സി കിട്ടുന്നില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരാളോട് സമാധാനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അതേസമയം ഇയാൾക്ക് ഇവിടെ ഒരു വണ്ടി അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇയാളുടെ വണ്ടി ഇയാൾ തിരിച്ചു വരുമ്പോൾ റിപ്പയർ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതിനകത്ത് അങ്ങനെ ഞാൻ ഇടപെടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇതിന് ടോട്ടലി ഒരു സാധനം ഇയാളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി, അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ നോക്കും ഇയാൾക്ക് ഇതിനകത്ത് ഈ സാധനം റെഡിയായി കിട്ടിയാൽ അത് ഏറ്റവും എളുപ്പമായിട്ട് റെഡിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഇയാളുടെ കാര്യങ്ങൾ നടക്കണം, ഈസി ആക്കുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണെങ്കിലും അതവിടെ നടത്തണം. മനസ്സിലായി? നമ്മളതിന് എന്തും അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇതുകൊണ്ടൊരു നഷ്ടം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ ഇന്നേ വരെ. ആശുപത്രി കേസ് വരുന്നു, നമ്മൾ ചാരിറ്റി വിത്ത് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ചാരിറ്റിക്കകത്ത് ഇടപെടുന്നു. അങ്ങനെ വരുമ്പോൾ ഒന്നും എനിക്കിതിന് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല.
ഈ പറഞ്ഞ പലരുടെയും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒരാൾ കേസ് കൊടുക്കാൻ വരുന്നു, വേറൊരാൾ ആശുപത്രി കിടന്നിട്ട് മരിക്കാൻ കിടക്കുന്നു, തൊട്ടപ്പുറത്തൊരാൾ വഴക്കുണ്ടാക്കുന്നു, വേറൊരാൾ വേറെ ആണ്ടൊക്കെ കാണിക്കുന്നു. ഇങ്ങനെ ഇതിനിടയിലൊക്കെ ഞാൻ കാണിക്കും. എന്താണെന്ന് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇത് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നേ. ഇതിങ്ങനെ എല്ലാം ഇമോഷണലി എടുത്ത് തലയിൽ കയറ്റുന്നതുകൊണ്ടാണ് ഇത് ഭയങ്കര എന്തോ ആയി മാറുന്നത്. നമ്മളെല്ലാം ഇമോഷണലി ആണല്ലോ അപ്രോച്ച് ചെയ്യുന്നത്. ജീവിതത്തിലുള്ള സകലമാന കാര്യങ്ങളും ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്രശ്നം ഇല്ലെങ്കിൽ മനുഷ്യർക്ക് പറ്റില്ല എന്നുള്ള പോലെ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ പ്രശ്നം കണ്ടെത്തും. മനസ്സിലായി? ഇന്നലെ വെറുതെ വിളിച്ച് പറയാ നമ്മളോട്, എടാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ വരാം അല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനം വെറുതെ പറയാം, എങ്ങനെയാവും നോക്കാം. ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നോക്കിയേക്കാം, എവിടെ ഇരുന്ന് ചെയ്യും. നമ്മൾ പറഞ്ഞാൽ പിന്നെ വെന്യൂ ഉണ്ടാക്കണം, എവിടെയാണ് ചെയ്യുന്നത്, പറഞ്ഞാൽ എന്ത് ചെയ്യും, ലൈറ്റ് ഉണ്ടോ, ഒരു മൊബൈലുണ്ട്, മൈക്കില്ല, ലൈറ്റില്ല, മുറിയില്ല, ഒന്നുമില്ല, ഒരു സാധനം ഇല്ല. ഇവിടെ ചുമ്മാ വിളിച്ചപ്പോ എന്തോ നമ്മൾ എന്തിനാ വിളിച്ചെന്ന് അറിയത്തില്ല. ഇയാളെ എന്തിനാണ് വിളിച്ചിരുന്നത്? എനിക്ക് ഓർമ്മയില്ല. എന്തോ പറയാം ഇന്നലെ പിന്നെ ഞാൻ പറയാം. ചിത്ര എവിടെയാന്ന് ഞാൻ ചോദിച്ചത് എന്നോട് ആ സമയത്താണോ? അല്ല, ഇവളോട് എന്തോ കാര്യം പറയാൻ എന്തിനാന്ന് പോലും അറിയത്തില്ല, എനിക്കറിയത്തില്ല. എന്തിനോ വിളിച്ചപ്പോ അല്ലല്ല ഇന്റർവ്യൂവിന്റെ കാര്യമാണോ? അല്ല, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, അതാ വേറെ രസം. എന്തോ കാര്യത്തിന് വെറുതെ വിളിച്ചപ്പോ ചിത്ര പറയുക, അല്ലടാ വേറൊരാൾക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിന് ഞാൻ വിളിച്ചേ. നീതയുടെ ഇന്റർവ്യൂവിന്റെ കാര്യം എന്താ പറയാ അല്ലേ? അതല്ലടാ, അതൊക്കെ അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വേറെന്തോ സംഭവമാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴേക്കും ആദ്യം നേരം പറഞ്ഞില്ല. കുറച്ച് നേരത്തെ കോൺവെർസേഷനിൽ ചിത്ര പറയുക, നമുക്കിങ്ങനെ ഇരുന്ന് വല്ല പോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാടാ, നീ ഒരു സെറ്റപ്പ് ഉണ്ടാക്ക്, ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ട് ഞാനും ടെന്നീസിനെ പറഞ്ഞു, ചിത്ര വരുവാണെങ്കിൽ വേണം നോക്കാം, അല്ല ഞാൻ ഇവനോട് നടന്ന് നടക്കത്തൊന്നുമില്ല. കാരണം നീ ആണല്ലോ, നീ ഭയങ്കര സംഭവം ശരിക്കും ഉള്ള കാര്യം. അല്ല ഞങ്ങൾ ചെയ്യാനാണ്, അതല്ല നീ ആങ്കർ ചെയ്യുന്ന സമയത്ത് നീ ചില ചോദ്യം ഒക്കെ ചോദിക്കത്തില്ല, നീ ഇങ്ങനെ കോൺവെർസേഷൻ നല്ല ഇതായിട്ട് കൊണ്ടുപോകാനൊക്കെ അറിയാറായിരിക്കും. ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഈ കച്ചറ പരിപാടി ആയതുകൊണ്ട്. അല്ലാതെ നീ വിളിച്ചിട്ട് നിനക്ക് ഇപ്പൊ പുതിയൊരാൾ വന്നാൽ ചിലപ്പോൾ ഇവളായിരിക്കും നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തു തരുന്നത്. മനസ്സിലായോ? നമ്മുടെ അടുത്തായതുകൊണ്ട് നമ്മൾ ഇത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട്. പിന്നെ അതുമല്ല, ഇവളെ ഇനിയുണ്ട്. ഞാൻ വേറെ കാണിച്ചില്ല, നീ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർ ലോക്കലി ആരെങ്കിലും വരുന്നവരുണ്ട് വിളിക്കണേ, എന്നിട്ട് നമുക്ക് ഇതുപോലെ വർത്താനം പറയിക്കാം അവരെ കൊണ്ട്. ഇങ്ങനെ ചുമ്മാ കച്ചറ വർത്താനൊക്കെ പറഞ്ഞില്ലേ, അല്ല കച്ചറകളെല്ലാം ഉണ്ടോടെ. എനിക്ക് ഒത്തിരി പേര് അറിയാടാ, ഞാൻ വിളിക്കാം, ഞാൻ വരും, കുറെ പേര് വരും. അപ്പൊ നമുക്ക് അതുപോലത്തെ ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, ഇവളും ഉണ്ട്, ഞാനുണ്ട്, ഇയാളുണ്ട്, എല്ലാം ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും ചിലപ്പോ ഇനി പിന്നെ വൈകിട്ടൊക്കെ ഇരിക്കാറുണ്ട് വണ്ടിക്കകത്ത്. വേറെ ഞങ്ങൾ നേരത്തെ ചെയ്തത് ഇത് പറഞ്ഞുകൊണ്ട് സാധനം പണ്ട് തുടങ്ങിയത്. എന്നാടോ അത് പണ്ട് 2021 21 22 22ആണത്, 21 അല്ലേ, 21 ഞങ്ങൾ ചെയ്തത്. വേറെ കുറെ ആൾക്കാരുണ്ടാവും. ഞാനെന്ന് കുഞ്ഞാ പിന്നെ പറയുന്നത് ഓട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയില്ലേ. നമ്മൾ അടുത്ത ദിവസം രാവിലെ എത്തി, ചുമ്മാ പെട്ടെന്ന് ഈസി ആയിട്ട്. ഇതിലും ഒരു കോമിക് പുസ്തകം വലിച്ചേറി ഒട്ടിക്കുന്നതിന് ഈ കളർ മൊത്തം കാണുന്നത്. മൈക്കില്ലെന്ന്, എന്നാ പിന്നെ ഈ മൈക്ക് ഞാൻ നേരത്തെ കണ്ടുപിടിച്ച്, ഇത് സൂപ്പർ മൈക്ക് അടിക്കുന്നത്, അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിട്ടും, അത്രേ ഉള്ളു ഇതിന്. നീ രാവിലെ കണ്ടില്ലേ, ഞാനിപ്പോ മറ്റേ വീഡിയോ എടുക്കുന്ന അതിനകത്ത് ഓണാക്കി വെച്ചിട്ട് ഇവിടെ മൈക്ക് പിടിക്കും. ഇതിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് ഫോണൊക്കെ ഓഫായ പോലും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും. 1.5 മണിക്കൂറായി, നിർത്തിയേക്കാല്ലേ മതി. അപ്പൊ എന്താണ് ഈ പരിപാടിയെ പറ്റി ഇനിയും ചിത്രയ്ക്ക് പറയാനുള്ളത്? താങ്കൾക്ക് ഇപ്പൊ ഇവിടെ വന്നിരുന്നു, ഇത്ര നേരം നമ്മൾ എല്ലാവരും സംസാരിച്ചു, താങ്കൾ ആദ്യമായിട്ടാണ് ഞങ്ങളോട് ഇത്ര ഇങ്ങനെ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത്. ഈ രീതിക്ക് ഇവിടെ പരിപാടി പോലെയൊക്കെ, അല്ലാതെ നമ്മൾ പുറത്തൊക്കെ വെച്ച് ഇഷ്ടംപോലെ പ്രാവശ്യം കാണാറുണ്ട്. അതിന്റെ ഒക്കെ വല്ല വീഡിയോ എല്ലാം എടുത്ത് പുറത്തിട്ടിരുന്നെങ്കിൽ അതാണ് കച്ചറ. അതിന് ചിലപ്പോഴേ എടുക്കാറുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇതിലും കച്ചറയാവുന്ന ഞാൻ പ്രതീക്ഷിച്ച, പക്ഷെ ഇപ്പോൾ ഒരു മിതമായിട്ടുള്ള ലെവലിൽ നിന്നിട്ടുണ്ട്. ഭയങ്കര ഡീസന്റ് പരിപാടിയായിരുന്നു. ഇതിന്റെ സംഘാടകരായിട്ടുള്ള അജു അലക്സിനും സ്റ്റിക്കർ ഒട്ടിക്കൽ വിദഗ്ധനായിട്ടുള്ള ഡെന്നിസ് ജോസഫ് ഫ്രീമാൻ പോയിന്റ്, അവർക്ക് എല്ലാവർക്കും, പിന്നെ ഷാരോൺ. പക്ഷെ ഇന്നേ വരെ
ഒരു ഇന്റർവ്യൂലോ എവിടെയും ഒരു ക്യാമറാമാൻ സംസാരിക്കുന്നത് കേട്ട് കാണത്തില്ല. എന്നാൽ ക്യാമറാമാൻ ഞങ്ങൾ കാണിക്കുന്ന വളരെ കുറച്ചേ കാണത്തുള്ളൂ. ക്യാമറാമാൻ്റെ സംസാരത്തോടുകൂടിയുള്ള എന്തോ പരിപാടിയാണിത്. ഇതിന് പോഡ്കാസ്റ്റ് ഒന്നും പേരിടാൻ പറ്റത്തില്ല. ഇത് പുതിയൊരു സംഭവമായിരിക്കും. എന്താണ് ഇത്? എന്താണ് ഇത്? പോഡ്കാസ്റ്റ് അല്ലേ? വേണ്ട, 4 പേര് വർത്താനം, ഒരു കാഷ്വൽ ടോക്ക്. പോഡ്കാസ്റ്റ് ഒന്നും അല്ലത്, ഇത് വേറെന്തോ ആണല്ലോ. അതെ, ആ അപ്പൊ അങ്ങനെ വിളിക്കാം നമുക്ക്. പോഡ്കാസ്റ്റിനകത്ത് അഡൽസിനുള്ള സാധനം, അല്ലാതെ കുട്ടികൾ കാണണ്ട. കുട്ടികൾക്ക് പറ്റിയ പരിപാടിയല്ലേ. കാണിക്കല്ലേ കാണിക്കല്ലേ. അതെ അതെ. അപ്പൊ കൊള്ളാം. അപ്പൊ ശരി, ഇതൊക്കെയാണ്. ശരി, എനിക്ക് ഇത്രയും നേരം ഈ പരിപാടിയിൽ പങ്കെടുത്ത ചിത്രയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത പ്രാവശ്യവും വീണ്ടും വരണമെന്നുള്ളത് എപ്പോഴാന്ന് വെച്ചാൽ എപ്പോഴും തോന്നുമ്പോൾ വരിക. അത് രാവിലെയോ രാത്രിയോ ഏത് സമയത്തും വരുന്ന ആർക്ക് വേണേ വരാം, ആരെ വേണേ കൊണ്ടുവന്നോ. ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കുറവാണ്. അല്ല, ഇവിടെ വന്ന ആൾക്കാർക്ക് താമസിക്കൊക്കെ ചെയ്യാം. ഇനി ആരെങ്കിലും വന്ന് ഇപ്പൊ നമ്മളൊരു ഗസ്റ്റ് വരുവാണ്, അയാൾക്ക് നാളെ രാവിലെ പോയാൽ മതി, അപ്പൊ വൈകുന്നേരം സമയമുണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെ വരെ ചെയ്യാം. ഇവിടെ അതൊന്നൊരു വിഷയമല്ല. ഇങ്ങോട്ട് ഇനി വേറൊരു പ്രശ്നമുണ്ട്. ചുമ്മാ വല്ലതും വന്നിട്ട് ഞാൻ കണ്ടന്റ് എടുക്കാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയോ? അങ്ങനെ വേണ്ട, അത് വേണ്ട, അത് വേണ്ടല്ലേ. അപ്പൊ ശരി, ബൈ ബൈ.